ഉണ്ടാകുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തുടർന്ന് നമ്മൾ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം കേൾക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ദൈവം തൻ്റെ ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. വചനവുമായി തൻ്റെ അഭിഷിക്തനെ ഇവിടെ അയച്ചിട്ടുണ്ട്. ഇന്ന് നമ്മുടെ ദൈവത്തിൻ്റെ വചനം സംസാരിക്കുവാൻ ഇവിടെ കർത്താവ് അയച്ചിരിക്കുന്നത് കർത്താവിൻ്റെ വിലയേറിയ ദാസൻ റെജി സാമുവേൽ പാസ്റ്റർ അടൂർ. തൻ്റെ അഭിഷിക്തനെയാണ് ദൈവം ഇവിടെ അയച്ചിരിക്കുന്നത്. കർത്താവിന് വേണ്ടി ഈ നാളുകളിൽ വളരെ പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ അഭിഷിക്തനെ ദൈവം ഇവിടെയും ശക്തമായി ഉപയോഗിക്കും. അതിനുവേണ്ടി നമുക്ക് ഹല്ലേലൂയ വളരെ പ്രാർത്ഥനയോടെ കർത്താവേ അരുളി ചെയ്യണമേ, അടിയങ്ങൾ കേൾക്കുന്നു എന്നുള്ള ഹല്ലേലൂയ വാഞ്ചയോടെ ദിവസനത്തിലായിരിക്കാം. ഹല്ലേലൂയയുടെ ഹൃദയം വചനം കേൾക്കേണ്ട തുറന്നവനായ ദൈവമേ, ഞങ്ങളുടെ ഹൃദയം ഒന്ന് തുറന്നു തരണമേ. ഞങ്ങൾക്ക് ഹല്ലേലൂയ നിൻ്റെ വചനം ഞങ്ങളുടെ ഹൃദയത്തിൽ അത് 30, 60, 100 മേനിയായി വിളയപ്പെടണമേ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് ദിവസനത്തിലായിരിക്കാം. ദൈവത്തിൻ്റെ ദാസന ദൈവകരങ്ങളിലേക്ക് ഹല്ലേലൂയ ഏൽപ്പിച്ചുകൊണ്ട് ദൈവം അത്ഭുതകരമായി ശക്തമായി ഉപയോഗിക്കാൻ ശക്തമായ ദൂതുകൾ വെളിപ്പാടുകൾ ദൈവം നൽകേണ്ടതിന് ഒരിക്കൽ കൂടെ ദൈവത്തെ നമുക്ക് ഒരിക്കൽ കൂടെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സമയം ഹല്ലേലൂയ സൂക്ഷ്മയ്ക്കായി കർത്താവിൻ്റെ വിലയേറിയ പ്രത്യനെ ഹല്ലേലൂയ സ്നേഹാദരവോടെ ക്ഷണിച്ചുകൊള്ളുന്നു. ആമേൻ. അനുഗ്രഹിതമേറിയ നല്ല പകൽ കർത്താവിൻ്റെ സന്നിധിയിൽ ഉപവാസത്തോടും പ്രാർത്ഥനയിലും കൂടെയായിരിക്കുന്ന ദൈവമക്കൾ, പ്രത്യേകിച്ച് ഈ ആത്മീയ യോഗം പ്രൊസീഡ് ചെയ്യുന്ന പ്രിയ കർത്തുദാസന്മാർ, പ്രത്യേകിച്ച് എം എ വർഗീസ് സാറ്, എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. താങ്ക് യു. എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ ഉപവസിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഒക്കെ നമ്മുടെ ആത്മീയ അഭിവൃദ്ധിക്കും ആത്മീയ അനുഗ്രഹത്തിനും ഏറ്റവും ഉതകുന്നതും ഏറ്റവും പ്രയോജനകരവുമാണ്. ആ നിലയിൽ തിരക്കുള്ള ജീവിതത്തിലും കർത്താവിൻ്റെ സന്നിധിയോട് ചേർന്നിരുന്ന് കർത്താവെന്ന് പ്രാപിക്കുവാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം കേൾക്കുവാനും ദൈവത്തിൻ്റെ ആലോചനകൾ അറിയുവാനും ഒക്കെ നിങ്ങൾ നേരം കണ്ടെത്തിയതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ കഴിക്കുന്നൊരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമാണ്. ആ ഒരു ആത്മീയ ബോധത്തോടെ ആത്മീയ വെളിപ്പാടോടുകൂടി നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം. ഒരുപക്ഷേ ഈ ദിവസങ്ങളിൽ നടക്കുന്ന മീറ്റിങ്ങുകളൊക്കെയും വിവിധ നിലകളിൽ ദൈവത്തിൻ്റെ ആലോചനയും ദൈവത്തിൻ്റെ വചനവും അതിലേറെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമേറിയ നിയോഗങ്ങളുമൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകുന്നുണ്ടെന്ന് ഞാൻ ആത്മാവിൽ തിരിച്ചറിയുന്നു. ആ നിലയിൽ തന്നെ എൻ്റെ ഹൃദയത്തിലും പ്രകാശിപ്പിക്കപ്പെട്ട ദൈവത്തിൻ്റെ ആലോചനകൾ ദൈവമക്കൾക്ക് കൈമാറി ഇരിക്കാനും ആഗ്രഹിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാം. എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിങ്ങളെല്ലാവരും ആത്മീയമായി വളരുന്നവരും വളർന്നവരും ആത്മീയമായി പ്രയോജനപ്പെടുന്നവരുമൊക്കെയാണെന്ന് നിങ്ങളുടെ ആത്മീയമായ താല്പര്യമൊക്കെ കാണുമ്പോൾ തിരിച്ചറിയാൻ കഴിയുന്നു. ആ നിലയിലും സ്വർഗത്തിലെ ദൈവം ഇനിയും നിങ്ങളെ വർദ്ധിപ്പിക്കട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് സദസ്സിലും കർത്തുദാസന്മാരുണ്ട്. അവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വേദിയിലായിരിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പേര് പറഞ്ഞ് എല്ലാവരും വന്ദനം ചെയ്ത് സമയം ഒത്തിരി മുന്നോട്ട് കളയാൻ താല്പര്യപ്പെടുന്നില്ല. എല്ലാവരും വിലപ്പെട്ടവരാണ്, എല്ലാവരും ശ്രേഷ്ഠരാണ്, എല്ലാവരും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരും ദൈവീയ നിയോഗം പ്രാപിച്ചവരുമാണ്. എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്ത് ഞങ്ങൾക്കും ഇന്ന് പകലിവിടെ വന്ന് നിങ്ങളെ ശുശ്രൂഷിക്കാൻ ഒരു അവസരം കൂടി ദൈവം തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ആത്മീയ ശുശ്രൂഷ എന്ന് പറയുന്നത് സ്വർഗത്തിലെ ദൈവം പല നിലകളിലും പല നിലവാരത്തിലുമാണ് നമ്മയൊക്കെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഉപയോഗപ്പെടുത്തുന്നത്. ഏതെങ്കിലുമൊക്കെ നിലയിൽ ദൈവം അധികം കൃപയും കൃപാവരങ്ങളും ഒക്കെ തന്ന് നമ്മളെ ആരെങ്കിലും ദൈവം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അഹങ്കരിക്കാനും നിഗളിക്കാനും ഒന്നുമില്ല. എല്ലാം ദൈവത്തിൻ്റെ വലിയ ദാനമാണ്. കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. നമുക്ക് നിഗളിക്കാൻ ഒന്നുമില്ല. നമുക്കറിയാം, ഏഷ്യ മൈനറിലുള്ളൊരു ചെറിയ സ്ഥലത്ത് മാത്രമാണ് യേശു ദൈവരാജ്യം പ്രസംഗിച്ചത്. എന്നാൽ യേശു പറഞ്ഞ വാഗ്ദത്തത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ലോകത്തിൻ്റെ 7 ഭൂഖണ്ഡങ്ങളിലാണ് ദൈവം നമ്മളെ ഇന്ന് അയക്കുന്നത് നിർത്തുന്നതും. അത് വെച്ച് നോക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയ കൃപയല്ലാതെ മറ്റൊന്നും നമുക്ക് പറയാനില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്: നാമല്ലോ പരിച്ഛേദനക്കാർ. 1, നാം ആത്മാവ് കൊണ്ട് ദൈവത്തെ ആരാധിക്കുകയും. 2, അങ്ങനെ ആത്മാവ് കൊണ്ട് ദൈവത്തെ നാമല്ലോ പരിച്ഛേദനക്കാർ. എന്നിട്ട് പറയുകയാണ്, 1, ആത്മാവ് കൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നവരും യേശുക്രിസ്തുവിൽ പ്രശംസിക്കുന്നവരും ജഡത്തിൽ ആശ്രയിക്കാത്തവരും. ആമേൻ പറഞ്ഞാട്ടെ.
നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് ഇന്ന് കേൾക്കുന്നത് പോലെ. പ്രൈസലോ, ഞാൻ ആ കുമ്പനാടിന് തൊട്ടടുത്തുനിന്ന് വന്നതുകൊണ്ട് അവിടുന്ന് പ്രത്യേകം കൊണ്ടുവന്നതൊന്നുമല്ല ഈ ബൈബിള്, നമ്മുടെ ഇരിക്കുന്ന ബൈബിള് തന്നെയാണ്. അന്നേരം നാം ദൈവത്തെ ആരാധിക്കുന്നവരാണ്. അതെങ്ങനെ നമ്മളാണ് പരിച്ഛേദനയേറ്റവർ. ആത്മാവിൻ്റെ പരിച്ഛേദന, ഹൃദയത്തിൻ്റെ പരിച്ഛേദന നമ്മൾ ഏറ്റവരാണ്. പ്രൈസലോ, അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ വചനം പറയുന്നു, നാം ആത്മാവ് കൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നവരാണ്. ആത്മീയ ബോധത്തോടെ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാം. നിങ്ങൾ എൻ്റെ കൂടെ വരണം. പ്രൈസലോ, ചുരുക്കം സമയം മാത്രമേ ഉള്ളൂ. എൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് ഇതിൽ ലഭിച്ചിരിക്കുന്ന വചനത്തിൻ്റെ വെളിപ്പാടും ചിന്തകളും നിങ്ങൾക്ക് കൈമാറണമെന്ന് നിങ്ങളുടെ വലിയ സഹകരണത്തെ ഞാൻ പ്രതീക്ഷിക്കുക. നിങ്ങൾ വടക്കോട്ട് തുഴഞ്ഞാൽ, ഞാൻ തെക്കോട്ട് തുഴഞ്ഞാൽ നമ്മളെങ്ങും ചെന്നെത്തത്തില്ല. പ്രൈസലോ, നിങ്ങൾ എൻ്റെ കൂടെ വന്നാൽ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് യാത്ര ചെയ്യാം. ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് നൽകുന്ന വെളിപ്പാടുകളെ ഒരുമിച്ച് പ്രാപിച്ച് മുന്നോട്ട് പോകാതെ നമ്മുടെ ആത്മീയ ജീവിതത്തിനകത്ത് ഏറെ പ്രയോജനകരമാണ്. ഞാൻ ഒരിക്കലും ചിന്തിക്കുന്നില്ല നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന നിങ്ങളെക്കാൾ ഞാൻ ശ്രേഷ്ഠനാണെന്ന് ഞാൻ ഒരിക്കലും ചിന്തിക്കുന്നില്ല. നിങ്ങൾ ആരെങ്കിലും ഹാമാനാണെന്ന് ഞാൻ മോർദെഖായി ആണെന്നും ചിന്തിക്കുന്നില്ല. മറിച്ച് നാം എല്ലാവരും ദൈവത്തിൻ്റെ കൃപ ലഭിച്ചവരാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നാം എല്ലാവരും ദൈവത്തിൻ്റെ കൃപ ലഭിച്ചവരെ. ഇതിനകത്ത് ഹാമാന്മാരുണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയൊന്നുമല്ല, നമ്മളെല്ലാം ദൈവത്തിൻ്റെ കൃപ ലഭിച്ചവരാണ്. നാം എല്ലാവരും ഏക പ്രത്യാശ പ്രാപിച്ചവരാണ്. നാം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. നാം ക്രിസ്തുവിൻ്റെ സഭയാകുന്ന ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. ആ നിലയിൽ നാം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവ് നമ്മളെ ബലപ്പെടുത്തട്ടെ. ആ കരവും ശബ്ദവും ഉയർത്തി നന്ദിയോടെ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ കൂടി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. വളരെ പ്രാർത്ഥനയോടെ ഞാൻ നോക്കുകയായിരുന്നു, ആരെങ്കിലും കൈ പൊക്കാത്ത ഉണ്ടവരെന്ന് നോക്കിയതാ. പ്രൈസ് ദി ലോർഡ്. നോക്കി നമ്മുടെ കണ്ണത്തൊക്കെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നോക്കിയതാണ്, ആരെങ്കിലും കൈ പൊക്കാത്തവരുണ്ടോ. പ്രൈസ് ദി ലോർഡ്. അവരോട് കൂടി പറയാം, പ്രൈസ് ദി ലോർഡ്, സഹകരിച്ചാൽ ഒരു ഭയങ്കര വിടുതൽ പ്രാപിച്ച് മടങ്ങിപ്പോകാം. പ്രൈസ് ദി ലോർഡ്. അല്ല, കഫർന്നഹൂമിൽ വലിയ അത്ഭുതങ്ങളൊന്നും നടന്നില്ല. എന്തുകൊണ്ടാണെന്ന് ചോദ്യത്തിന് ഒറ്റ ഉത്തരമുള്ളായിരുന്നു. അത് പ്രവർത്തിക്കാൻ കഴിയാത്തത് കൊണ്ടല്ല, അവരുടെ അവിശ്വാസ നിമിത്തം അത്രേ. അതിൻ്റെ അർത്ഥം വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ പ്രവർത്തികൾ നമ്മുടെ നടുവിൽ നടക്കും. ആമേൻ പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മാർത്തയും മറിയയും കണ്ടു. അതിനകത്ത് മറിയോട് പറഞ്ഞ സംസാരവേളയിൽ യേശു പറഞ്ഞൊരു കാര്യമുണ്ട്, വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് എന്തതിൻ്റെ അർത്ഥം മനസ്സിലായെന്ന് എനിക്കറിയില്ല. ഈ കല്ലറയ്ക്കലും അല്ലെങ്കിൽ ഈ ബദാനിയയിലും ഞാൻ ഇന്ന് കാണുന്നൊരു ദൈവമഹത്വമുണ്ട്. യേശു പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ ഇന്ന് കാണുന്നൊരു ദൈവമഹത്വമുണ്ട്. അതേ സെയിം മഹത്വം നിങ്ങളും കാണും, വിശ്വസിച്ചാൽ മാത്രം. ആമേൻ പറഞ്ഞ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. അതിൻ്റെ അർത്ഥം ഇവിടെ ഒരു ദൈവമഹത്വമുണ്ട്. ഇവിടെ വെളിപ്പെടാൻ പോകുന്ന വലിയ ദൈവമഹത്വമാണ്. ഇവിടെ ക്രിസ്തുവും ദൈവവും മഹത്വപ്പെടാൻ പോകുകയാണ്. അത് നിങ്ങളുടെ കണ്ണിൽപ്പെടാതെ കിടക്കുകയാണ്. പക്ഷെ നീ വിശ്വസിച്ചാൽ നിന്റെ കണ്ണിൽപ്പെടാത്തതെല്ലാം നീ കാണാൻ തുടങ്ങാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇതുവരെ കണ്ണിൽപ്പെടാത്തത് നിന്റെ ഭാവിക്ക്, ആത്മീയ അനുഗ്രഹത്തിന്, നിന്റെ കുടുംബത്തോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ പറഞ്ഞ പ്രവചനത്തിൻ്റെ നിവർത്തികൾക്ക് ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളോട് പറയാ, മടിച്ചിരിക്കരുത്. ആത്മാവ് അറിയിക്കുന്ന ദൂതുകളും ആലോചനകളും ആത്മാവിൽ ഏറ്റെടുത്താൽ അത് നിന്റെ ഉദ്ധാരണത്തിന്, അത് നിന്റെ വിടുതലിന്, അത് നിന്റെ കെട്ടുകൾ അഴിയുന്നതിന് കാരണമായി തീരും. ഈ പകൽ പരിശുദ്ധാത്മാവ് ഇതിനകത്ത് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ശക്തിയോടെ ദൈവത്തിന് കരമടിച്ച് മഹത്വം കൊടുത്താട്ടെ. അന്യഭാഷകൾ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. അതരങ്ങളെ തുറന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ദൈവത്തിന്റെ ആത്മാവിനെ കാണിക്കുന്ന വെളിപ്പാട് പറയാ. പ്രൈസ് ദി ലോർഡ്. ചുഴലിക്കാറ്റിൽ എടുക്കപ്പെട്ട ഏലിയാവിൽ നിന്ന് പുതപ്പ് എലീശയുടെ മേലെ വീണത്, ആ എലീശ യോർദാനെ അടിച്ച് അത് രണ്ടായി പിരിച്ച് അക്കരെ കടന്നു വരുന്നത് പോലെ ഇതിനകത്തിരിക്കുന്ന ജലത്തെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ഒരു പ്രത്യേക തലത്തിലേക്ക് പരിശുദ്ധാത്മാവ് നയിക്കാൻ പോകുകയാണ്. അത് നിന്റെ അഭിഷേകത്തിന് പുതുക്കം നൽകി, നിന്റെ ആത്മീയ വർധനവുകളെ നൽകി, നിന്റെ ഉള്ളിലെ പ്രകാശനത്തെ ഒരിക്കൽ കൂടി അരക്കിട്ടുറപ്പിച്ച് നീ ഇന്നുവരെ കേട്ട ആലോചനകളെ ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞ ആത്മാവ് നിന്നെ മുന്നോട്ട് കൊണ്ടുവരുന്നു. ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന ജനം റൈസ് അപ്പ് ആകട്ടെ. റബല ദിഗാരഗൽഖന റബലഗഡഗസിയാംതന. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ.
യേശു പറഞ്ഞു, യേശു ജീവിച്ചിരുന്ന സമയത്തും 3.5 വർഷത്തെ ശുശ്രൂഷയുടെ വേളയിലുമാണ് യേശു പറഞ്ഞത്, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി, എന്നിൽ വസിച്ചിട്ടല്ലാതെ ആർക്കും ഫലം കായ്ക്കാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ കർത്താവ് 3.5 വർഷം കഴിഞ്ഞപ്പോൾ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ മഹിമയുടെ വലതുഭാഗത്തേക്ക് പോയി. പ്രൈസ് ദി ലോർഡ്. യേശു പോയത് അങ്ങനെയാണോ? അല്ല, മരിച്ചടക്കപ്പെട്ട്. പ്രൈസ് ദി ലോർഡ്. വചനം പറയുന്നുണ്ട്, അവൻ ആത്മാവിനാൽ നീതീകരിക്കപ്പെട്ടും തേജസ്കരിക്കപ്പെട്ടാണ് സ്വർഗത്തിലേക്ക് കയറിപ്പോയി. ആമേൻ പറഞ്ഞാട്ടെ. നമ്മൾ ഇവിടെ തന്നെ നിൽക്കുകയാണ്. എങ്ങനെ വസിക്കാൻ പറ്റും? കാരണം എന്താ? പ്രൈസ്, അതിനൊരു വിപരീതമായിട്ട് തോന്നൽ വരാം. ഒന്ന്, യേശു തേജസ്കരിക്കപ്പെട്ടവനായി ഇന്നുള്ളത്. യേശു തേജസ്കരിക്കപ്പെട്ടവനായിട്ടാ ഇന്നുള്ളത്. പ്രൈസലോ. തേജസ്കരിക്കപ്പെട്ട യേശുവിൽ വസിക്കണമെങ്കിൽ നമ്മളും തേജസ്കരിക്കപ്പെട്ടവരാകണം. അങ്ങനെ നിങ്ങളീ പറഞ്ഞ പ്രസംഗമൊന്നും ചേർന്ന് വരുന്നില്ലല്ലോ പാസ്റ്ററെ. മരിച്ചടക്കപ്പെട്ട് ഉയർപ്പിൻ്റെ കാലമല്ല തേജസ്കരണം എന്ന് പറയുന്ന സംഭവം നടക്കുന്നത്. അന്നേരം ഇന്നത്തെ കാലത്ത് അത് ഒരു വിപരീത പദമാണോ? അല്ലെന്ന് വചനം പറയുന്നു. അവൻ വിളിച്ചവരെ നീതീകരിച്ചവരെ വിശുദ്ധീകരിച്ചവരെ തേജസ്കരിച്ച്. അതിൻ്റെ അർത്ഥം സ്വർഗത്തിൽ തേജസ്കരിക്കപ്പെട്ടവനോടുകൂടെ നീയും തേജസ്കരിക്കപ്പെട്ട് ആ തേജസ്കരിക്കപ്പെട്ട ക്രിസ്തുവിൽ നീ ഇന്ന് വസിക്കുന്നവനാണ്. ആമേൻ പറഞ്ഞാട്ടെ. അതിന്റെ അർത്ഥം നമ്മെ തേജസ്കരിച്ചതിന്റെ പിന്നിലുള്ള ദൈവത്തിന്റെ പദ്ധതി എന്തെന്നറിയാമോ? ദൈവത്തിന് നമ്മെ അവനിൽ വസിക്കുമാറാക്കണം. ആമേൻ. ദൈവത്തിന് നമ്മെ അവനിൽ വസിക്കുമാറാക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് നമ്മളെ അവനെ വസിക്കുമാറാക്കും. നിങ്ങൾ ആത്മാർത്ഥമായി നിൽക്കെങ്കിൽ സ്വർഗം നമുക്ക് വേണ്ടി ഇന്ന് പകൽ അത്ഭുതങ്ങൾ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ബില്ലി ഗ്രഹാമിൻ്റെ ഒരു വേർഡുണ്ട്. അദ്ദേഹം പറഞ്ഞിങ്ങനെയാണ്, നിങ്ങൾ അത്ഭുതങ്ങളെക്കുറിച്ച് ചിന്തിക്കാത്തവരാണെങ്കിൽ, നിങ്ങൾ അത്ഭുതങ്ങളെക്കുറിച്ച് സംസാരിക്കാത്തവരാണെങ്കിൽ, നിങ്ങൾ അത്ഭുതങ്ങളെക്കുറിച്ച് വിശ്വസിക്കാത്തവരാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും അത്ഭുതം കാണില്ല. ആമേൻ പറഞ്ഞാട്ടെ. അത്ഭുതത്തെക്കുറിച്ച് ചിന്തിക്കുക പോലുമില്ല, അത്ഭുതത്തെക്കുറിച്ച് സംസാരിക്കത്തേയില്ല, അത്ഭുതത്തെക്കുറിച്ച് ഒരു വിശ്വാസവുമില്ല. പ്രൈസ് ദി ലോർഡ്. ബില്ലി ഗ്രഹാം പറയാ, നീ ഒരിക്കലും അത്ഭുതം കാണത്തില്ല. എന്നാൽ നീ അത്ഭുതത്തെക്കുറിച്ച് സംസാരിക്കുന്ന ദൈവമാണോ? നീ അത്ഭുതത്തെക്കുറിച്ച് ചിന്തിക്കുന്ന വ്യക്തിയാണോ? നീ അത്ഭുതത്തിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണോ? സർവശക്തന്റെ കരം നീട്ടി നിന്റെ കുടുംബത്തിനകത്ത് അവൻ അത്ഭുതങ്ങൾ ചെയ്യാൻ ശക്തനാണ്. നിന്റെ ശരീരത്തില് നിന്റെ ആത്മീയ ജീവിതത്തിന് അനിവാര്യമായത് സ്വർഗത്തിലെ ദൈവം കൈമാറുമെന്ന് പറഞ്ഞാൽ ഇന്ന് പകൽ വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? അവർ ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്നവനാണ്. കർത്താവ് നമുക്ക് വേണ്ടി എന്ത് ചെയ്യുന്നതാണ്? അത്ഭുതങ്ങളെ ചെയ്യുന്നവനാണ്. അതുകൊണ്ട് നിങ്ങൾ കർത്താവിൽ ആശ്രയിക്കണം. വചനത്തെ നാം ഇങ്ങനെ കാണുന്നുണ്ട്, ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും അല്ല, അങ്ങനല്ല. ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും ദൈവമത്രേ. തിരുവുള്ളു തോന്നിയിട്ട് ദൈവമത്രേ. ആമേൻ പറഞ്ഞാട്ടെ. ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും ദൈവമത്രേ. പ്രൈസ് ദി ലോർഡ്. തിരുവുള്ളു തോന്നിയിട്ട് പ്രവർത്തിക്കും ദൈവമത്രേ. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ അർത്ഥം എന്താ? പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ തമിഴ് ബൈബിൾ വായിക്കാൻ അറിയാവുന്നവരോട് നോക്കിയാൽ മതി. ഇംഗ്ലീഷും മറ്റു ബൈബിളിലൊക്കെ വേർഷൻ അങ്ങനെ തന്നെയാണ്. അവിടെ ഇങ്ങനെ പറഞ്ഞേ, ഇച്ഛിക്കുക അല്ലെങ്കിൽ ആഗ്രഹം നമ്മുടെ അകത്ത് നൽകുന്നതും ആഗ്രഹത്തെ സമ്പൂർണ്ണത വരുത്തുന്നതും സർവശക്തനായ ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. നിനക്കൊരു അപ്പോസ്തലനാകാൻ ആഗ്രഹമുണ്ടെങ്കിൽ, പ്രവാചകനാകാൻ ആഗ്രഹമുണ്ടെങ്കിൽ, ആഗ്രഹത്തെ തന്ന ദൈവമാണ്. ആഗ്രഹം പോലെ നിന്നൊരു പ്രവാചകനാക്കാൻ, നിന്നൊരു അപ്പോസ്തലനാക്കാൻ, നിന്നൊരു ഇടയനാക്കാൻ, നിന്നൊരു സുവിശേഷകനാക്കാൻ, ഉപദേഷ്ടകനാക്കാൻ ദൈവത്തിന് കഴിയുമെന്ന് നന്ദി പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളോട് പറയാം, നീ ആഗ്രഹിക്കുന്നതിലേക്ക് സ്വർഗം നിന്നെ കൊണ്ടെത്തിക്കാൻ അവൻ മതിയായ ദൈവമാണ്. അവന്റെ കരം കുറുകിയിട്ടില്ല. ശത്രു നിനക്കെതിരെ എത്ര പ്രതികൂലങ്ങൾ അഴിച്ചുവിട്ടാലും അതിന്റെ നടുവിൽ സ്വർഗത്തിലെ ദൈവം അത്ഭുതകരമായി നടത്തും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവ് തൻ്റെ ശുശ്രൂഷ വേളയിൽ, ഞാൻ നിങ്ങളെ എൻ്റെ ട്രാക്കിലേക്ക് ഒന്ന് കൊണ്ടുവന്നിട്ടൊരു വചനം കൈമാറാൻ വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഏതോ ട്രാക്കിൽ കിടക്കുക. അങ്ങനെ നടന്ന പറ്റത്തില്ല. നമ്മൾ ഒരേ ട്രാക്കിൽ പോകണം. ആമേൻ പറഞ്ഞാട്ടെ. നമ്മളൊരു ലോങ് ടൈം യാത്രയൊന്നുമല്ല, 1.5 മണിക്കൂർ ശുശ്രൂഷയേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ ട്രാക്കിലേക്ക് ഒന്ന് വരാൻ വേണ്ടി ഈ ചിന്തകളൊക്കെ കൈമാറി നിങ്ങളൊന്ന് ഒരുക്കിയെടുക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ പുള്ളി ഇങ്ങനെയൊക്കെയാണ് പ്രസംഗിക്കുന്നത്. നിങ്ങൾ ചിന്തിച്ചാലും എനിക്ക് കുഴപ്പമില്ല. നിങ്ങൾ എൻ്റെ ട്രാക്കിൽ വരാതെ എനിക്ക് പ്രസംഗിക്കാൻ പറ്റത്തില്ല. ആമേൻ പറഞ്ഞാട്ടെ. നിങ്ങൾ ബയോളജിയുടെ പുസ്തകം പിടിച്ചുകൊണ്ടിരിക്കുക, ഞാൻ ഇവിടെ ഹിസ്റ്ററി പഠിപ്പിച്ചുകൊണ്ടിരുന്ന എന്തെങ്കിലും ഗുണമുണ്ടോ ചാ? പറഞ്ഞാട്ടെ. അയ്യോ ഒന്ന് പറഞ്ഞാട്ടെ, എന്തെങ്കിലും ഗുണമുണ്ടോ? ഇല്ല. നിങ്ങൾ ബയോളജിയുടെ പുസ്തകം പിടിച്ചിരുന്നിട്ട് ഞാൻ ഇവിടെ ഹിസ്റ്ററി പ്രസംഗിച്ച ഒരു ഗുണവുമില്ല. അതുകൊണ്ട് നമ്മൾ ഏതെങ്കിലും ഒന്നിലേക്ക് വരണം. ശ്രദ്ധിക്കുക, വളരെ പ്രാർത്ഥന. നമ്മുടെ കർത്താവിൻ്റെ ശുശ്രൂഷ വേളയിൽ കർത്താവ് ഇങ്ങനെ പറഞ്ഞു. കർത്താവ് ഇങ്ങനെ പോകുന്ന വഴിയിൽ അവന് വിശന്നിട്ട് ആഹാരം അല്ലെങ്കിൽ ഒരു അത്തിയുടെ അടുക്കൽ വന്നു. അത്തിയിൽ നിന്ന് എന്തെങ്കിലും ലഭിക്കുമെന്ന് വിചാരിച്ച് അത്തിയുടെ അടുക്കൽ വന്നപ്പോൾ അത്തിയിൽ നിന്ന് എന്തെങ്കിലും ലഭിച്ചോ? എൻ്റെ കൂടെ വളരെ ഷോർട്ടായിട്ട് പറയുക, അത്തിയിൽ നിന്ന് ലഭിച്ചോ?
ഇല്ല. പ്രൈസ് മത്തായി 21:21. അത്തിന്നൊന്നും ലഭിച്ചില്ല, ഒന്നും ലഭിച്ചില്ല. ഒന്ന് നോക്കിയാട്ടെ കമോൺ, ഒന്ന് നോക്കിയാട്ടെ. അത്തിന്നൊന്നും ലഭിച്ചില്ല. അത് പിറ്റേ ദിവസം യേശുവും ശിഷ്യന്മാരും അതുവഴി വരുന്ന സമയത്ത്, യേശു ആ അത്തി അന്ന് ശപിച്ചിരുന്നു. പിറ്റേ ദിവസം യേശുവും ശിഷ്യന്മാരും അതുവഴി വരുന്ന സമയത്ത് ഈ അത്തി എന്ത് ചെയ്തു? ഉണങ്ങി നിൽക്കുന്നു. അങ്ങനെ തന്നെയല്ലേ ആൻറ്റി എഴുതിയിരിക്കുന്നത്? അത്തി കിട്ടിയോ? വചനം കിട്ടിയോ? 21:21. അതിന് യേശു നിങ്ങൾ സംശയിക്കാതെ വിശ്വാസമുള്ളവരായി ഈ അത്തിയോട് യേശു അവരോട് പറയുകയാണ്, നിങ്ങൾ സംശയിക്കാതെ. യേശു പറഞ്ഞ നിമിത്തം ആ അത്തി എന്ത് ചെയ്തു? ഉണങ്ങിപ്പോയി. ഇത് കണ്ടിട്ട് അത്ഭുതപ്പെട്ട ശിഷ്യന്മാർ പറയും, കൊള്ളാല കർത്താവേ, അങ്ങ് ഇന്നലെ ശപിച്ച അത്തി കണ്ടോ, ഒരു ഇല പോലും ഇല്ലാതെ അത് ഉണങ്ങിപ്പോയി. ഇത് കണ്ടിട്ടാണ് യേശു പറഞ്ഞത്, നിങ്ങൾ സംശയിക്കാതെ വിശ്വാസമുള്ളവരായ ഈ അത്തിയോട് ചെയ്തത് നിങ്ങളും ചെയ്യും. അന്ന് അടുത്ത വേർഡ് നോക്കിക്കോണം. നിങ്ങൾ അടുത്ത വേർഡ് നോക്കിക്കണം. പറഞ്ഞു പോകരുത്. നോ, പറഞ്ഞു പോകരുത്. അടുത്ത പറയുകയാണ്, അത് മാത്രം അല്ല, എന്ന് മാത്രമല്ല. ശ്രദ്ധിക്കണേ, എന്ന് മാത്രമല്ല, എന്ന് മാത്രം അല്ലെന്ന്. ആമേൻ പറഞ്ഞാട്ടെ. നീ ഇന്നു വരെ കണ്ടത് മാത്രമല്ലെന്ന് നീ വിശ്വസിച്ചാൽ അതിലും അപ്പുറം കർത്താവ് നിനക്ക് വേണ്ടി ചെയ്യും. അത്തി ഉണങ്ങിയത് കണ്ടോ? ഇതുപോലെ നിങ്ങൾ സംശയിക്കാതെ വിശ്വാസത്തോട് ഈ അത്തിയോട് ഉണങ്ങാൻ പറഞ്ഞാൽ അത് ഉണങ്ങും. എന്നിട്ട് പറയുക, അത് മാത്രമല്ല, ഇത് മാത്രം അല്ല. ആമേൻ പറഞ്ഞാട്ടെ. എൻ്റെ കൂടെയുള്ള ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ആരെങ്കിലും ഇത്രേ ഉള്ളെന്ന് പറഞ്ഞാൽ വചനം വെച്ചു പറയാൻ ഇത് മാത്രമല്ലെന്ന് നീ വിശ്വസിച്ച് മൂവ് ചെയ്യാൻ തുടങ്ങിയാൽ സ്വർഗം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന്, നിന്റെ കൂടെ കർത്താവ് ഇരിക്കുമെന്ന്, നീ കരമുയർത്തിയ ചെങ്കടൽ മാറുമെന്ന്, നീ പുതപ്പിഴഞ്ഞാൽ യോർദാൻ പിരിയുമെന്ന്. അത് മാത്രമല്ലെന്ന്. നീ ഇന്ന് വരെ കേട്ട മെസ്സേജുകളല്ല, നീ ഇതുവരെ പറഞ്ഞ പ്രവചനം മാത്രമല്ല. കമോൺ, നിങ്ങൾക്ക് ഫെയ്ത്ത് ഉണ്ടെങ്കിൽ സ്വർഗം പറയുന്നു, നീ ഇറങ്ങിയാൽ, നീ പറഞ്ഞാൽ, നീ എഴുന്നേറ്റാൽ, നീ നിന്നാൽ, കമോൺ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഇതിനകത്ത് മൂവ് ആകുകയാണ്. ദൈവത്തിന്റെ കരം ഇതിനകത്ത് ചലിക്കുകയാ. ചിലതിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽ ചിലത് കൈമാറുകയാ. അത് മാത്രമല്ല, എന്നത് മാത്രമല്ല. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇത്രയൊക്കെ ഉള്ളു പാസ്റ്റർ, ഇതിൽ കൂടുതലൊക്കെ എന്നാ ചെയ്യാനാ എന്നായിരിക്കും നിന്റെ ചിന്ത. ഇത്രയൊക്കെ ഉള്ള ഇതിൽ കൂടുതൽ എന്നാ കേൾക്കാനാ എന്നായിരിക്കും നിന്റെ ചിന്ത. ഇത്രയൊക്കെ ഉള്ള ഇതിൽ കൂടുതൽ എന്നാ പാസ്റ്റർമാർ പറയണം. നോ, ഇതൊന്നും മാത്രമല്ലെന്ന് യേശു പറയുക. വിശ്വസിച്ചാൽ ഇതിലും അധികം നടക്കുമെന്ന്. ഈ മലയോട് നീങ്ങി കടലിൽ ചാടാൻ പറഞ്ഞാൽ അതും സംഭവിക്കുമെന്ന് ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളോട് പറയാ, ഇത്ര മാത്രമല്ലെന്ന്. പ്രൈസ് ദി ലോർഡ്. ഇതേ ഉള്ളെന്ന് പറഞ്ഞിരിക്കുന്നോട് പറയാം, ഇത്ര മാത്രമല്ലെന്ന്. യേശു പറഞ്ഞ കാര്യമാണ് ഈ പറയുന്നത്. അത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നന്നായിട്ട് ദൈവത്തിന്റെ കരമുയർത്തി സ്തോത്രം ചെയ്താട്ടെ. പ്രൈസ് ദി ലോർഡ്. എനിക്ക് ഒരു കാര്യം പേടി കേട്ട്, നിങ്ങൾ ഇപ്പോഴാണ് ഈ വചനഭാഗം കാണുന്നത്. അല്ല, പണ്ടേ കണ്ട്, പക്ഷെ ഇപ്പോഴാണ് ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയത്. ഇതാണ് പ്രശ്നം. കേട്ടോ, നിന്റെ ചരിത്രം മാറ്റാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. കൂടെ വന്ന സ്വർഗം ചിലത് പൊളിക്കും. ഇന്ന് പകൽ ചില പണിയും ചെയ്യും. ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഇതൊരു ഫാസ്റ്റിംഗ് പ്രയർ ആണ്. ഇതൊരു ഉപവാസ പ്രാർത്ഥനയാണ്. ഇതൊരു ബൈബിൾ സ്റ്റഡി നടക്കുന്ന സ്ഥലമല്ല. ഇതിനകത്ത് സ്വർഗത്തിലെ ദൈവത്തിന് അവന്റെ നിയോഗത്താൽ ചിലത് കൈമാറാനുണ്ട്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിന് ചിലത് നിന്റെ മേൽ പകരാനുണ്ട്. കർത്താവിന്റെ കൃപകളെ നിന്റെ മേൽ പകരാനുണ്ട്. Come on, praise the Lord. എലീശ എന്ന പ്രവാചകൻ ശമരിയുടെ പടിക്കൽ നിന്നുകൊണ്ട് ഇങ്ങനെയാണ് പ്രവചിച്ചത്. നാളെ ഈ നേരത്ത് ശമരിയുടെ പടിവാതിക്കൽ ശേക്കലിന് 1 സയ ഗോതമ്പും ശേക്കലിന് 2 സയ ഇയവും. ആമേൻ പറഞ്ഞാട്ടെ. നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? നാളെ ഇത് നടക്കുമെന്നല്ലേ പറഞ്ഞ് മനസ്സിലായത്? നാളെ ഈ നേരത്ത് ഈ പറഞ്ഞതുപോലെ നടക്കും എന്നല്ല അതിൻ്റെ അർത്ഥം. നിന്റെ വിടുതലുകൾ തമ്പുരാൻ കുറിച്ചു കഴിഞ്ഞു. ആമേൻ പറഞ്ഞാട്ടെ. നാളെ നടക്കുമെന്നല്ല, ഇന്നാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം നാളെ നടക്കാനുള്ള വിടുതൽ എൻ്റെ ദൈവം കൺഫേം ചെയ്തു കഴിഞ്ഞു. എൻ്റെ
കർത്താവ് ഉറപ്പിച്ചു കഴിഞ്ഞു. ചില കുടുംബത്തോട് ദൈവത്തിന്റെ ആത്മാവ് ഈ പകൽ പ്രവചിച്ചു പറയുകയാ. ഇന്ന് പകൽ ചില വ്യക്തികളോട് ആത്മാവ് പ്രവചിച്ചു പറയുകയാ. നിന്റെ കുടുംബത്തിൽ നടക്കേണ്ടത് ചില വിടുതലുകൾ, ചില നന്മകൾ, യാത്രയുമായി ബന്ധപ്പെട്ട, വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ചില വിടുതലുകൾ ഇന്ന് പകൽ ആത്മാവ് പറയുന്നു. ബ്രദറെ, നിന്റെ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട എന്റെ ദൈവം കുറിച്ചു കഴിഞ്ഞു. നാളെ നടക്കുമെന്നല്ല, അത് കുറിക്കപ്പെട്ടു. വിശ്വസിക്കുന്നവർ മാത്രം കരമടിച്ച് അതിന്റെ അർത്ഥം ഈ ക്ഷാമം നാളം കൊണ്ട് അവസാനിക്കാൻ പോകുകയാ. ഈ ക്ഷാമത്തിന് നാളെ കൊണ്ട് വിരാമം ഇടുകയാ. നാളെ ശമരിയുടെ പടിവാതക്കൽ ശേക്കലിന് 1 സയ ഗോതമ്പ്, ശേക്കലിന് 2 സയ യവവും വിൽക്കുമെന്ന് നാളെ ഈ നേരത്ത് നടക്കൂ. അതെ, നിന്റെ വിടുതലുകൾ ദൈവം കുറിച്ചു കഴിഞ്ഞു. നിന്റെ വാഗ്ദത്തങ്ങൾ തമ്പുരാൻ കുറിച്ചു കഴിഞ്ഞു. സ്വർഗത്തിലെ ദൈവം നിന്റെ വിടുതലുകളെ കുറിച്ചു കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഒരിക്കൽ കൂടി നന്ദിയോടെ അച്ഛൻ മോളിച്ചു. പ്രൈസ് ദി ലോർഡ്. കരമുയർത്തി ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ വിടുതലുകളെ കർത്താവ് കുറിച്ചു കഴിഞ്ഞു. അമ്മ പറഞ്ഞാട്ടെ. നാളെ ഈ നേരത്ത് നടക്കുമെന്നുള്ളതല്ലെന്ന് അതിൻ്റെ ഹൈലൈറ്റ്. ഇന്ന് എൻ്റെ ദൈവം അത് കുറിച്ചു കഴിഞ്ഞിരിക്കുക. പ്രൈസ് ദി ലോർഡ്. നാളെ ഈ നേരത്ത് നടക്കും എന്നതല്ല സസ്പെൻസ്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ദൈവം അതിനകത്ത് ഇടപെട്ട് കഴിഞ്ഞു. നാളെ ഈ നേരത്ത് വിടുതൽ ഉണ്ടാകും എന്നല്ല. പ്രൈസ് ദി ലോർഡ്. നിനക്ക് സന്തോഷിക വകയുള്ളത്, എൻ്റെ ദൈവം ഈ വിഷയത്തിൻ്റെ അകത്ത് ഇടപെട്ട് കഴിഞ്ഞു. ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് ദൈവജനത്തോട് പ്രവചിച്ചു പറയുകയാ. ഈ യോഗം കഴിയും മുമ്പ് നിന്റെ ചില വിഷയത്തിന്റെ അകത്ത് എന്റെ ദൈവം ഇടപെടാൻ പോകുകയാ. നിന്റെ തലമുറയുടെ വിഷയത്തിന്റെ അകത്ത്, നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ അകത്ത്, നീ കരയുന്ന വിഷയത്തിന്റെ അകത്ത് എന്റെ ദൈവത്തിന്റെ കരോ ചലിച്ചു കഴിഞ്ഞു. ചലിച്ചു കഴിഞ്ഞു. Come on. ചലിച്ചു കഴിഞ്ഞെന്ന് പ്രൈസ് ഗോഡ്. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാം. കർത്താവിൻ്റെ വലിയ കൃപ ഇതിനകത്ത് വ്യാപരിക്കുന്നുണ്ട്. ദൈവാത്മാവ് ഇതിനകത്ത് ശക്തമായി നമുക്ക് വേണ്ടി പ്രവർത്തിക്കട്ടെ. ദൈവത്തിൻ്റെ കരം ചലിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ നിറവിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനയോട് ദൈവസ്ഥലിരിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച ഒരു ചിന്ത, വചനത്തിൻ്റെ ആശയം, വചനത്തിൻ്റെ വെളിപ്പാടുകൾ, ഈ 3 കാര്യം കൂടി യോജിപ്പിച്ച് ആത്മാവിൽ കൈമാറാൻ ആഗ്രഹിക്കുന്നു. വളരെ പ്രാർത്ഥനയോടായിരിക്കാം. വായിക്കാൻ നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 19-ഉം 21-ഉം വാക്യം വായിച്ചാട്ടെ. 19-ഉം 21-ഉം വാക്യം. യേശു അവരോട്, ഈ മന്ദിരം പൊളിപ്പിൻ, എന്നാൽ 3 ദിവസത്തിനകം അതിനെ പണിയും. അവനോ തൻ്റെ ശരീരം എന്ന മന്ദിരത്തെ കുറിച്ച് അത്രേ പറഞ്ഞത്. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാം. 16 ദിവസത്തെ ചരിത്രമാണ് യോഹന്നാന്റെ സുവിശേഷമെന്ന് ആധികാരികമായി വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. അതിനോട് ചേർന്ന് നിന്ന് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. വേദപണ്ഡിതന്മാരുടെ അഭിപ്രായപ്പെടുന്നത്, വേദചിന്തകന്മാർ അഭിപ്രായപ്പെടുന്ന പല കാര്യങ്ങളിലും നമ്മൾ ആമേൻ പറയുന്നുണ്ട് അല്ലേ? നമ്മൾ ആമേൻ പറയുന്നുണ്ട് അല്ലേ? കമോൺ, നിങ്ങളുടെ കൂടെ ഉണ്ടോ? വേദപണ്ഡിതന്മാർ പറയുന്ന ചിന്തകളും ആശയങ്ങളോടൊക്കെ നമ്മൾ ആമേൻ പറയുന്നുണ്ട്. നമ്മൾ അങ്ങനെ തന്നെ പറയുന്നൊരു കാര്യമുണ്ട്. 40 എഴുത്തുകാരാൽ എഴുതപ്പെട്ടതാണ് വിശുദ്ധ ബൈബിള്. നമ്മളതെല്ലാം ആമേൻ പറയുന്നവരല്ലേ? പക്ഷെ ഞാൻ പറയുന്നത് 41 എഴുത്തുകാരാൽ എഴുതപ്പെട്ടതാണ് വിശുദ്ധ ബൈബിള്. പ്രൈസ് ദി ലോർഡ്. അതെങ്ങനെയെന്ന് ചോദ്യത്തിന് ഒറ്റ ഉത്തരവേ ഉള്ളൂ. തമ്പുരാനാണ് ഈ പുസ്തകം ആദ്യം എഴുതി തുടങ്ങിയത്. ദൈവത്തിൻ്റെ കൈപ്പടയിൽ സീനായി വെച്ച് സ്വർഗത്തിലെ ദൈവം കൈമാറിയ ആ കൽപ്പനകൾ എഴുതിയത് ദൈവമാണ്, അല്ലാതെ മോശയും കൊണ്ട് എഴുതിച്ചതല്ല. അതിൻ്റെ അർത്ഥം ദൈവം എഴുതി തുടങ്ങി, 40 എഴുത്തുകാർ വീണ്ടും ദൈവത്തോട് കൂടെ ചേർന്ന് എഴുതി. അങ്ങനെ 41 എഴുത്തുകാർ. ആമേൻ പറഞ്ഞാട്ടെ. കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. അങ്ങനെ ചിന്തിച്ചു വാന്ന് നിങ്ങളെല്ലാവരും മനുഷ്യരെന്ന് പറഞ്ഞിരിക്കാതെ ദൈവം കൂടെ എഴുതിയത് കണ്ടും കേട്ടും മനസ്സിലാക്കി പോയട്ടെ മുന്നോട്ട്. പ്രൈസ് ദി ലോർഡ്. വേദപുസ്തകത്തിൻ്റെ ആശയത്തെയും വചനത്തെയും ആത്മാവിൽ തിരിച്ചറിയാനും ഗ്രഹിക്കാനും കഴിയുന്നെങ്കിൽ അത് ഭയങ്കര വചനം പ്രോമിസ് ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. എത്ര അന്ധകാര ശക്തികൾ മലയിളക്കമായി നിനക്ക് നേരെ വന്നാലോ, പ്രൈസ് ദി ലോർഡ്, കർത്താവ് പറഞ്ഞത് നിവർത്തിക്കും.
കർത്താവിന്റെ വാഗ്ദത്തങ്ങൾ നിവർത്തിക്കും. കർത്താവ് പറഞ്ഞത് സംഭവിക്കും. കർത്താവ് പറഞ്ഞത് നിവർത്തിക്കാതിരിക്കില്ല. വചനം അങ്ങനെ തന്നെ നിവർത്തിയാകും. നാലും മൂന്നും ഏഴല്ലെന്ന് വെണ്ണിക്കുളത്തുനിന്ന് വന്ന റജിപ്പാസ് പറയേണ്ട കാര്യമില്ല. തിരുവനന്തപുരത്തും അങ്ങനെയൊക്കെ തന്നല്ലേ, 4 3 7. ഈ പുസ്തകത്തിനകത്ത് 4 3 8 പറഞ്ഞ് വിശ്വസിക്കുന്ന എത്ര പേരുണ്ടാവും? ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളുടെ കുറുപ്പ് സാർ പഠിപ്പിച്ചത് 4 3 7. പക്ഷേ ഇനി വേദപുസ്തകത്തിൽ 8 പറഞ്ഞ് ഞാൻ സമ്മതിക്കത്തില്ല എന്നല്ല. ഇതിനകത്തുനിന്ന് 4 3 8 പറഞ്ഞാലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവരെ ഓർത്ത് സ്തോത്രം ചെയ്യുക. ആമേൻ പറഞ്ഞാട്ടെ. ഞങ്ങൾ അങ്ങനൊന്നുമില്ല, ഞങ്ങൾ ട്രിവാൻഡ്രത്താണ്, ഞങ്ങൾ ഇച്ചിരി എഡ്യൂക്കേറ്റഡ് ആണ്, ഞങ്ങൾക്കത് പറ്റത്തില്ല. നിനക്കൊന്നും പറ്റത്തില്ല. നീ വിശ്വസിച്ച ദൈവത്തിന് മഹത്വം കാണും. ആമേൻ പറഞ്ഞാട്ടെ. ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. പ്രൈസ് ദി ലോർഡ്. പൊട്ടനാണെന്ന് ഞാൻ പറയത്തില്ല, പക്ഷേ ലോകജ്ഞാനം മാറ്റിവെച്ച ദൈവത്തിന് മഹത്വം നിനക്ക് ഗ്രഹിക്കാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. പൊട്ടനാണെന്ന് ഞാൻ പറയത്തില്ല. ലോകപ്രകാരമുള്ളതൊക്കെ അങ്ങോട്ട് മാറ്റിവെച്ച് കർത്താവിൻ്റെ വചനത്തിൽ വിശ്വസിച്ച് ആശ്രയിച്ച് ജീവിച്ച ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. അതുകൊണ്ടാണ് പറഞ്ഞ് ഞാൻ തുടങ്ങിയത് തന്നെ, നാമല്ലോ പരിച്ഛേദനക്കാര്, ആത്മാവ് കൊണ്ട് ദൈവത്തെ ആരാധിക്കുകയും യേശുക്രിസ്തുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാത്തവരും. ആമേൻ പറഞ്ഞാട്ടെ. ജഡത്തിൽ ആശ്രയിക്കാത്ത, അതിൻ്റെ അർത്ഥം എന്താ? പ്രൈസ് ദി ലോർഡ്. ആത്മീയ ശുശ്രൂഷയ്ക്ക് എൻ്റെ കഴിവ് വേണ്ട, ആത്മീയ ശുശ്രൂഷയ്ക്ക് എൻ്റെ പരിജ്ഞാനം വേണ്ട, ആത്മീയ ശുശ്രൂഷയ്ക്ക് എൻ്റെതായ യാതൊരു അല്ലെങ്കിൽ പൊടിക്കയും വേണ്ട. ആത്മീയ ശുശ്രൂഷയ്ക്ക് വേണ്ടതെല്ലാം സ്വർഗത്തിലെ ദൈവം തന്നാദരിക്കാൻ ശക്തനായ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ആ കാലത്തിലെ PhD കാരനായതുകൊണ്ടല്ല പത്രോസിന്റെ പ്രസംഗത്തിൽ 3000 മാനസാന്തരപ്പെട്ടത്. ഒറ്റ കാരണം, അഭിഷേകം ചെയ്ത ദൈവമായതുകൊണ്ട് മാത്രം. വിശ്വസിക്കുന്നുണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമ്മുടെ കർത്താവായ യേശു ഫിലിപ്പിന്റെ കൈസറെ വെച്ച് പറഞ്ഞത്, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല. കൊന്നുകേട്ടെ. നെഹമ്യാവ് പണിയുന്ന മതിലിനെ നോക്കിക്കൊണ്ട് സമ്പല്ലത്തും തോബിയാവും പറഞ്ഞു, കുറുക്കൻ കയറിയാൽ അത് വളരെ തകർന്നു വീഴും. പക്ഷെ കുറുക്കനല്ല, കാട്ടുപന്നിയല്ല, കാട്ടാനയല്ല, അന്ധകാരങ്ങളല്ല, വാഴ്ചകളല്ല, അധികാരങ്ങളല്ല, പാതാള ശക്തികളല്ല, ഒന്നിനും തകർക്കാൻ കഴിയത്തില്ല. ഇത് പണിയുന്നത് നെഹമ്യാവല്ല, ഇത് പണിയുന്നത് മോശയല്ല, ഇത് പണിയുന്നത് യാക്കോബല്ല, ഇത് പണിയുന്നത് ജീസസാ, ഇത് പണിയുന്നത് ജീസസാ, ഇത് പണിയുന്നത് യേശുവാ. നീ ചവിട്ടി നിൽക്കുന്ന അടിസ്ഥാനം ഒന്നിടിയില്ല കുഞ്ഞേ. നീ ചവിട്ടി നിൽക്കുന്ന അടിസ്ഥാനം പൊടിയില്ല കുഞ്ഞേ. നീ ചവിട്ടി നിൽക്കുന്ന ക്രിസ്തുവേശുവെന്ന മൂലപ്പല്ല് തകരില്ല. പ്രൈസ് ഗോഡ്. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാം. കാരണം നമ്മുടെ കർത്താവാണ് ജീവിക്കുന്നവൻ. നമ്മുടെ കർത്താവിലാണ് നാം ധൈര്യപ്പെടുന്നവർ. അതുകൊണ്ട് തന്നെ കർത്താവിൻ്റെ വചനത്തിൽ വിശ്വസിക്കുന്ന വചനത്തെക്കുറിച്ച് പറഞ്ഞു വന്നപ്പോഴാണല്ലോ ആ ഭാഗത്തിലേക്ക് പ്രവേശിച്ചത്. ശ്രദ്ധിക്കുക, 16 പരം ദിവസത്തിൻ്റെ ചരിത്രങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നൊരു പുസ്തകമാണ് യോഹന്നാൻ്റെ സുവിശേഷം. യോഹന്നാൻ എന്ന എഴുത്തുകാരൻ പത്മോസിൽ നിന്ന് തിരികെ വന്ന ശേഷമാണ് യോഹന്നാൻ്റെ സുവിശേഷം എഴുതി എന്നുള്ളത് എത്ര പേർക്ക് അറിയാമെന്നുള്ളത് എനിക്കറിയില്ല. എങ്കിലും എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം. കാരണം എന്താ? എഴുതി വന്നതിൻ്റെ അകത്തെ ഓരോ വരികളിലും മറഞ്ഞു കിടക്കുന്ന ദൈവമഹത്വവും ദൈവത്തിൻ്റെ പ്രകാശനവും അത്ര ശക്തമാണ്. പ്രൈസ് ദി ലോർഡ്. ആദിയിൽ വചനമുണ്ടായെന്ന് എഴുതി വരണമെങ്കിൽ പ്രൈസ് ദി ലോർഡ് പത്മോസിൽ വെച്ച് ഞാൻ ആൽഫയും ഒമേഗയും എന്ന ശബ്ദം കേട്ടതുകൊണ്ടാണ്. ആരോട് പറയാം? പ്രൈസ് ദി ലോർഡ്. പത്മോസിൽ വെച്ച് ഞാൻ ആൽഫയും ഒമേഗയും എന്നുള്ള ശബ്ദം കേട്ടതുകൊണ്ടാണ് യോഹന്നാൻ എഴുതിയപ്പോൾ ആദിയിൽ വചനമുണ്ടായി എന്നെഴുതിയത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനൊന്നും അല്ല പാസ്റ്ററെ, പച്ചവെള്ളം വീഞ്ഞാക്കിയത് യേശുവായതുകൊണ്ടാണ് യോഹന്നാൻ അങ്ങ് എഴുതിയത്. അല്ല, അവിടെ വെച്ച് കേട്ടതിൻ്റെ പ്രതിഫലനമാണ്. ആമേൻ പറഞ്ഞാട്ടെ. അതിൻ്റെ അർത്ഥം ഞാൻ ഇന്നോട് പറയാം. ഇവിടെ വെച്ച് കേൾക്കുന്നതിൻ്റെ പ്രതിഫലനം നിന്റെ ഹൗസിനകത്ത് വെളിപ്പെടാൻ പോകുകയാ. ഇവിടെ വെച്ച് നടക്കുന്ന വിടുതലിന്റെ പ്രതിഫലനം ഈ പട്ടണത്തിനകത്തുണ്ടാകാൻ പോകുകയാ. ഇവിടെ വെച്ച് നടക്കുന്ന പ്രതിഫലനം പ്രൈസ് ദി ലോർഡ് PMB ചർച്ച് എന്ന വളർന്ന പ്രസ്ഥാനത്തിന് വേണ്ടി അത് ചലിക്കാൻ പോകുകയാ. ഇവിടെ വെച്ച് കേൾക്കുന്ന ദൈവവചനത്തിന്റെ വെളിപ്പാട്, അതിന്റെ പ്രതിഫലനം
ഇവിടെ വെച്ച് നീ കേൾക്കുന്ന ദൈവ ശബ്ദത്തിന്റെ പ്രതിഫലനോ, ഇവിടെ വെച്ച് കേൾക്കുന്ന ദൈവവചനത്തിന്റെ പ്രതിഫലനോ, ഇവിടെ വെച്ച് കേൾക്കുന്ന വചനത്തിന്റെ വെളിപ്പാടിന്റെ പ്രതിഫലനോ. Come on. Praise the Lord. അന്നേരം പത്മോസിൽ വെച്ച് കേട്ട ആ ദൈവശബ്ദത്തിന്റെ പ്രതിഫലനമാണ് തൻ്റെ എഴുത്തുകൾക്കകത്ത് മുഴുവനും ദർശിക്കാൻ കഴിയുന്നത്. ഭാഗം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇങ്ങനെ യോഹന്നാൻ്റെ സുവിശേഷത്തെക്കുറിച്ച് ഞാൻ പറയും. നാളെ വരുന്ന പാർട്ടി വേറെ രീതി പറയും, മറ്റന്നാൾ വരുന്ന പാർട്ടി വേറെ രീതി പറയും. പിന്നെ എല്ലാവരും കൂടെ പറഞ്ഞ് നിങ്ങളെ കുഴപ്പിക്കാനല്ലാതെ എൻ്റെ മറ്റൊരു ഗുണവുമില്ല. പ്രൈസറോ, ഹല്ലേലൂയ. കാരണം എല്ലാവരും ഞാൻ പറയുന്നത് പോലെ പറയണമെന്നുണ്ടോ? ഇല്ല. പ്രൈസറോ. ഈ യോഹന്നാൻ്റെ സുവിശേഷത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ദൈവാസം പറഞ്ഞു കേട്ടിട്ട് എനിക്ക് ലജ്ജയായിപ്പോയി. കാരണം യോഹന്നാൻ ആ കാലത്ത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പഠിച്ചതുപോലെ അങ്ങനൊന്നുമില്ല. അവിടെ വെച്ച് കേട്ടതിൻ്റെ പ്രതിഫലനമാണ് ആ എഴുത്തിനകത്ത് പ്രദർശിക്കപ്പെട്ട അല്ലെങ്കിൽ പ്രതിഫലിച്ചത്. അവിടെ വെച്ച് കേട്ട എന്താ, ഞാൻ ആൽഫയും ഒമേഗയുമാണ്. അതാണ് തൻ്റെ എഴുത്തുകൾക്കകത്തെല്ലാം പ്രതിഫലിച്ചത്. ആമേൻ പറഞ്ഞാട്ടെ. അതിൻ്റെ അർത്ഥം ഇവിടെ വെച്ച് കേൾക്കുന്നതിനൊരു പ്രതിഫലനം നിശ്ചയമായിട്ടുണ്ടാകും. ഈ വർഷത്തിൽ നിങ്ങൾ ഇങ്ങനെ നവംബർ മാസം ഉപവാസത്തോടും പ്രാർത്ഥനയോടും ഇതിനകത്തിങ്ങനെ കൂടി വന്നിട്ടുണ്ടെങ്കിൽ ഇതിനകത്തൊരു വലിയ പ്രതിഫലനങ്ങൾ ഉണ്ടായിരിക്കും. ഇതൊരു വലിയ നന്മയ്ക്കായി മാറിയിരിക്കും. സഭയുടെ അനുഗ്രഹത്തിനായി തീർന്നിരിക്കും. കുടുംബങ്ങളുടെ വിടുതലുകൾക്ക് കാരണമായി തീർന്നിരിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ശ്രദ്ധിക്കുക. അങ്ങനെ യോഹന്നാൻ്റെ സുവിശേഷത്തെക്കുറിച്ചുള്ള മുഖവര പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ച് മറ്റു ഭാഗത്തിലേക്ക് ഒന്ന് പ്രവേശിക്കാം. വായിച്ചത് ഇങ്ങനെയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം 19-21 വാക്യം. ഒരിക്കൽ കൂടി ആൻറ്റി ഒന്ന് വായിച്ചാട്ടെ. യേശു അവരോട്, ഈ മന്ദിരം പൊളിപ്പിൻ, ഞാൻ 3 ദിവസത്തിനകം അതിനെ പണിയുമെന്ന് ഉത്തരം പറഞ്ഞു. അവനോ തന്റെ ശരീരം എന്ന മന്ദിരത്തെക്കുറിച്ചത്രേ പറഞ്ഞത്. ശ്രദ്ധിക്കണേ. ഈ തിരുവെഴുത്തു ഭാഗത്തിൽ നിന്നുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, ഒരു വചനത്തിൻ്റെ വെളിപ്പാടും ആശയങ്ങളുമാണ് നിങ്ങൾക്ക് കൈമാറാൻ ആഗ്രഹിക്കുന്നത്. നമുക്കെല്ലാവർക്കും സുപരിചിതമായിരിക്കുന്ന ഭാഗമാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ മരണ അടക്ക പുനരുത്ഥാനത്തെക്കുറിച്ച് പറഞ്ഞതാണ്. നിങ്ങൾ ഈ മന്ദിരത്തെ പൊളിപ്പീൻ. അതായത് ആ കാലത്ത് ഹെരോദാവിനാൽ പണി കഴിപ്പിക്കപ്പെട്ട ആ ദേവാലയത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അല്ല. പിന്നെയോ പ്രൈസലോ, യേശു പറഞ്ഞത് തൻ്റെ ശരീരമെന്ന മന്ദിരത്തെക്കുറിച്ചത്രേ യേശു പറഞ്ഞത്. ഇതാണ് ഈ തിരുവെഴുത്തു ഭാഗത്തിൻ്റെ വിവരണം ഇതാണ്. യേശു തൻ്റെ ശരീരമെന്ന മന്ദിരത്തെക്കുറിച്ചത്രേ പറഞ്ഞത്. തെറ്റിദ്ധരിക്കപ്പെട്ട ഭാഗമാണ്. ഈ ഭാഗം പോലും പറഞ്ഞ വിസ്താരവേളയിൽ യേശുവിനെതിരെ കുറ്റമാരോപിക്കാൻ അവർ പദ്ധതി ഇട്ടില്ലേ. ഇവൻ മന്ദിരം പൊളിച്ച് 3-ാം ദിവസം പണിയുമെന്ന് പറഞ്ഞവനാ. അതിനെ അവർ വ്യാഖ്യാനിച്ചു പറഞ്ഞു, ഇവൻ നമ്മുടെ മന്ദിരത്തെ പോലും പൊളിക്കുമെന്ന് പറഞ്ഞവനാ. അതിനകത്ത് മതപരമായ അല്ലെങ്കിൽ അവരുടെ പ്രധാന ആസ്ഥാനമാണ് മന്ദിരം. അതിനെ പൊളിച്ചു പണിയുക, അതിന് കോട്ടം വരുത്തുക എന്നുള്ള ആരോപണങ്ങൾ വരുത്തുമ്പോൾ അല്ലെങ്കിൽ ഭരണവിരുദ്ധമായ പ്രവർത്തനങ്ങൾ ഈ രാജ്യത്തിനകത്ത് നടത്തുമ്പോൾ നമ്മൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നത് പോലെ, ശിക്ഷയിൽ പെടുന്നത് പോലെ തന്നെ പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് യേശുവിൻ്റെ നേരെ അത്രമാത്രം ശക്തമായി ആരോപണങ്ങൾ അടിച്ചുവിടാൻ കാരണമായി തീർന്നത്. എന്നാൽ യേശു പറഞ്ഞത് ഹെരോദാവിനാൽ പണിയപ്പെട്ട ദേവാലയത്തെ കുറിച്ചല്ല. പിന്നെയോ യേശു പറഞ്ഞത് തൻ്റെ ശരീരമാകുന്ന മന്ദിരത്തെ കുറിച്ചാണ്. പ്രാർത്ഥനയോടെ ശ്രദ്ധിക്കുക. ശരീരമാകുന്ന മന്ദിരത്തെക്കുറിച്ചാണ് യേശു ക്രിസ്തു പറഞ്ഞത്. എന്നിട്ട് പറയുകയാണ് അവിടെ പറയുന്ന 21 വാക്യത്തിൽ എന്ന് പറയുന്നു, പ്രൈസലോ, അവനോ തൻ്റെ ശരീരമെന്ന മന്ദിരത്തെക്കുറിച്ചത്രേ പറഞ്ഞത്. വളരെ പ്രാർത്ഥനയോടെ. മുൻഭാഗത്തിൽ എന്താ പറഞ്ഞത്? ആദ്യത്തെ വാക്യത്തിൽ എന്താ പറഞ്ഞത്? 19-ാമത്തെ വാക്യത്തിൽ നിങ്ങൾ ഈ മന്ദിരത്തെ പൊളിപ്പിൻ, 3 ദിവസം കൊണ്ട് ഞാൻ അതിനെ പണിയും. അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്. യേശു പറയുകയാണ്, നിങ്ങൾ ഈ മന്ദിരത്തെ പൊളിക്കുക, നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുന്നു. നിങ്ങൾ ഈ മന്ദിരത്തെ പൊളിക്കുക. പ്രൈസലോ. എന്നാൽ ഞാൻ അതിനെ 3 ദിവസം കൊണ്ട് പണിയും. പ്രൈസലോ. അന്നേരം പൊളിക്കുന്ന നിങ്ങളാണെങ്കിലും പണിയുന്നത് ഞാനായിരിക്കും, എൻ്റെ ദൈവമായിരിക്കും. കൂടെ വരണേ. പ്രൈസലോ, കൂടെ വരണേ. പ്രൈസലോ. ഞാൻ പറഞ്ഞല്ലോ, വേദപുസ്തകത്തെ, വചനത്തെ, പുതിയ നിയമത്തെ, നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ വന്ന കാലം മുതൽ വേദപുസ്തകത്തെ, വചനത്തെ അങ്ങനെ ആശയങ്ങളെയാണ് നമ്മളെല്ലാം പ്രസംഗിക്കാറുള്ളത്, ഇല്ലേ? ആത്മാവ് തരുന്ന വെളിപ്പാടുകളെയാണ്. വചനത്തെ നമുക്ക് അങ്ങനെ പ്രസംഗിക്കേണ്ട കാര്യമില്ല. കാരണം എന്താ? ദൈവത്തിൻ്റെ ആത്മാവുള്ളവർക്ക് ഈ വചനം പ്രസംഗിക്കേണ്ട കാര്യം എന്താ? ആ വചനത്തിനകത്ത് തന്നെ എൻ്റെ വെളിപ്പാടുണ്ട്. ആമേൻ പറഞ്ഞാട്ടെ. ഞാൻ തന്നെ വഴിയും സത്യം ജീവനും. അത് പഠിക്കാൻ വേണ്ടി പിന്നെ പ്രത്യേകിച്ച് മണക്കാല FTC പോയി പഠിക്കേണ്ട കാര്യമുണ്ടോ? ആമേൻ എൻ്റെ കൂടെ പറഞ്ഞേ. ഉണ്ടോ പാസ്റ്റേ? ഇല്ല.
പക്ഷേ അതിനകത്തുള്ള ആശയത്തെയാണ് വിശദീകരിക്കുന്നത്, അതിനകത്തുള്ള വെളിപ്പാടുകളെയാണ് വിശദീകരിക്കുന്നത്. നമ്മൾ ആശയത്തെയും വെളിപ്പാടുകളെയാണ് മുഴുവനും പ്രസംഗത്തിൽ കേൾക്കാറുള്ളത്. അതാണ് ഇന്നത്തെ പാസ്റ്റർമാരുടെ മുഴുവൻ പ്രസംഗം. എൻ്റെയും അങ്ങനെ തന്നെയാണ്. പ്രൈസലോ. നിങ്ങളുടെയൊക്കെ ഇരിപ്പ് കണ്ടിട്ട് അങ്ങനെയൊന്നുമല്ല, ഞങ്ങളൊക്കെ ഭയങ്കര മിടുക്കന്മാരാണ്, ഞങ്ങളുടെ പാസ്റ്റർമാരൊക്കെ മിടുക്കി. പിന്നെ നമ്മളോരോ കേൾക്കുന്നതല്ലേ, ആശയങ്ങളാണ്. എന്നതുകൊണ്ട് തന്നെ ഞാനൊരു നിഷ്കളങ്കനായതുകൊണ്ട് തുറന്ന് പറഞ്ഞതേ ഉള്ളൂ. എനിക്കറിയാം വിളിച്ച ദൈവം പണിയൊന്നും പോകത്തില്ല. കാക്ക അയച്ചാൽ ദൈവം നമ്മളെ പോറ്റും. പ്രൈസലോ. എല്ലാവരും തുറന്ന് പറയത്തില്ല. ആമേൻ പറഞ്ഞാട്ടെ. പൗലോസിൻ്റെ ഒക്കെ ഭാഷയെ പറഞ്ഞ പൗലോസ് പറയാ, പ്രയോജനമുള്ളതൊന്നും മറച്ചു വെക്കാതെ. ആമേൻ പറഞ്ഞാട്ടെ. പ്രയോജനമുള്ളതൊന്നും മറച്ചു വെക്കാതെ. എഫെസോസിലെ മൂപ്പന്മാരോടാണല്ലോ പൗലോസ് പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്താ? നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ദൃഷ്ടി പ്രകാശിച്ചാൽ നിങ്ങളുടെ വിളിയാലുള്ള ആശ ഇന്നതെന്നറിയാം. 3 കാര്യം പറയുന്നു. നിങ്ങളുടെ വിളിയാലുള്ള ആശ ഇന്നതെന്നറിയേണ്ടതിന്. പ്രൈസലോ. അടുത്ത പറഞ്ഞ വിശുദ്ധന്മാരുടെ അവകാശത്തിൻ്റെ മഹിമാദനം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടത്, അറിയേണ്ടതിന്. അടുത്ത പറയുന്നു, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്നവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിന്. ഇന്നതെന്ന് അറിയേണ്ടത്. നിങ്ങളെല്ലാ വേർഷനും നോക്കുക, എല്ലാത്തിലും പറയുന്നത് ഇങ്ങനെയാ, ഇന്നതെന്ന് അറിയേണ്ടതിന്. എൻ്റെ അമ്മ സാധാരണക്കാരിയാണ്. ഏനാത്ത് കശുവണ്ടി ഫാക്ടറി ജോലിക്കാരിയായിരുന്നു വർഷങ്ങൾ. പെൻഷനായി ഇപ്പോൾ വീട്ടിലിരിക്കുന്നു. ഞാനിവിടെ വന്ന് പ്രസംഗിച്ച് കഴിഞ്ഞപ്പോഴത്തേന് വർഗീസാറിനുണ്ട് ഭയങ്കര സ്നേഹം, ഒരു മകനെ പോലെ സ്നേഹിക്കുന്ന ഒരാളാണ്. പ്രൈസറോ. എന്നോട് സ്നേഹം മൂത്തിട്ട് എനിക്ക് ഈ വയറ്, ഈ കേബിൾ ഇത് നല്ല വയറാണ്, ഇത് കേബിൾ മൈക്കിന് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്നതാണ്, എനിക്കിത് പൊതിഞ്ഞ് തന്നെന്ന് വെച്ചു. ഞാനൊരു 10 ദിവസമായി എൻ്റെ വീട്ടിൽ കൊണ്ടുവച്ച്. എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി, ഇതെന്താണ് ഇങ്ങനെ കെട്ടിപ്പൊതിഞ്ഞുകൊണ്ടത്, വയറ് ഇങ്ങനെ കെട്ടിപ്പൊതിഞ്ഞുകൊണ്ട് ഒരു കയറ് കൊണ്ട് വെച്ചിരിക്കുന്ന അമ്മയ്ക്കൊരു തോന്നൽ. പ്രൈസറോ. കുറേ ദിവസം അമ്മ എന്നോട് ചോദിക്കാൻ നടന്ന്. ഒരു ദിവസം ഞാൻ യോഗം കഴിഞ്ഞ് വരുമ്പോൾ ഇതെടുത്ത് അഴകെട്ടി അമ്മ ഇതിനകത്ത് തുണി വിരിച്ചേക്കുന്ന കാണാം. ഇത് അഴകെട്ടി തുണി വിരിക്കാനുള്ളതാണോ? അല്ല, ഇന്നതെന്നറിയേണ്ടതിന്. ആ ഇരിപ്പ് കണ്ടിട്ട് ഞങ്ങളും മിടുക്കന്മാരാണെന്ന് ഞാൻ എൻ്റെ അമ്മയെ പിടിച്ചെന്നേ ഉള്ളൂ. ഇതൊക്കെ ഏതാ ടൈപ്പ് എന്നൊക്കെയുള്ള നമുക്ക് വന്നറിയാം. കാകളം ധ്വനിക്കണം. ആമേൻ പറഞ്ഞാട്ടെ. ഇന്നതെന്നറിയേണ്ടതിന്. ആമേൻ പറഞ്ഞാട്ടെ. പ്രൈസലോ. അറിഞ്ഞിട്ടില്ലെന്ന അതിൻ്റെ ആശയം. പ്രൈസലോ. 2.5 വർഷക്കാലം അല്ല 2-ലധികം വർഷക്കാലം പൗലോസിന്റെ ശുശ്രൂഷകൾ എഫെസോസിൽ ഉണ്ടായിട്ട് പോലും ഇതൊന്നും വേണ്ടതുപോലെ അറിഞ്ഞില്ല. ലേഖനത്തിനകത്ത് ആവർത്തിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ലേഖനം എഴുതിയിട്ടാണോ എഫെസോസിൽ ചെന്നത്? അല്ല. ലേഖനം എഴുതിയ ശേഷമാണ് എഫെസോസിൽ ചെന്നത്? അല്ല. പ്രൈസലോ. ആ എഫെസോസിൽ 2.5 വർഷത്തിലധികം താമസിച്ച ശേഷമാണ് ലേഖനം എഴുതുന്നത്. മൂപ്പന്മാർക്ക് പ്രൈസലോ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത്. അപ്പോൾ പറയുക, എന്നിട്ട് പോലും നിങ്ങൾ വേണ്ടതുപോലെ ഗ്രഹിച്ചിട്ടില്ല. അതിനർത്ഥം ഇന്നതെന്നറിയേണ്ടതിന്. ഇന്ന് പകൽ ദൈവമക്കളോട് പറയാ, നിന്നിൽ വ്യാപരിക്കുന്ന ദൈവശക്തി ഇന്നതെന്ന് നീ അറിയാൻ തുടങ്ങിയാൽ, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നറിയാൻ തുടങ്ങിയാൽ, ഇന്ന് പകൽ ദൈവമക്കളോട് പറയാ, നിന്നെ തകർക്കാൻ ഉലകത്തിൽ ഒരു ശക്തിക്കും കഴിയത്തില്ല. ആമേൻ പറഞ്ഞാട്ടെ. നമ്മളെല്ലാവരും ഈ ദൈവശക്തിയെ കുറിച്ച് പ്രസംഗിക്കുന്നുണ്ട്. കഴുകൻ കാട്ടുപോത്ത് എന്നൊക്കെ പറഞ്ഞാണ് പ്രസംഗിക്കുന്നത്. നിങ്ങൾ കേട്ടോ പൗലോസ് എവിടെയെങ്കിലും കഴുകനും കാട്ടുപോത്തും എന്നൊക്കെ ഉപയോഗിച്ച്? കാട്ടുപോത്തിന്റെ കൊമ്പുകൾ ബലം എന്നൊക്കെ പറഞ്ഞില്ലേ വാക്കില്ലേ? കമോൺ ഇല്ലേ? നിങ്ങളൊന്ന് പറഞ്ഞ്, എനിക്ക് വലിയ അറിവുള്ള ആളല്ല, ഞാൻ ബിബ്ലിക്കൽ വലിയ അറിവൊന്നുമുള്ള ആളല്ല, 2 ബൈക്കോള് പഠിച്ചെന്നേ ഉള്ളൂ, വലിയ ഗുണമൊന്നുമില്ല. ആമേൻ പറഞ്ഞാട്ടെ. ദൈവത്തിന് കുറവുണ്ടോ നിൽക്കുന്നത്? ശ്രദ്ധിക്കേ. അയ്യോ ശ്രദ്ധിക്കേ. പ്രൈസലോ. ഭയങ്കര ശക്തി. കഴുകനെ പോലെ യഹോവയെ കാത്തിരിക്കുന്ന ശക്തി പിടിക്കും. അവർ കഴുകനെ പോലെ ചിറകടിച്ചു. അവൻ്റെ ശക്തിയും അവൻ്റെ സോഴ്സിനെയും അവൻ്റെ കപ്പാസിറ്റിയും കാണിക്കുക. അന്നേരം ദൈവശക്തിയെക്കുറിച്ച് കാണിക്കുന്നത് ഇങ്ങനെയാണ്. പക്ഷേ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പൗലോസിന് കഴുകനുമില്ല, കാട്ടുപോത്തുമില്ല. പൗലോസിന് ഒന്നേ ഉള്ളൂ, യേശു ക്രിസ്തുവിനെ മരിച്ചവരുടെ നിന്നും ഉയർപ്പിച്ച ദൈവശക്തി. യേശു ക്രിസ്തുവിനെ മരിച്ചവരിടയിൽ നിന്നും ഉയർപ്പിച്ച ദൈവശക്തിയാണെന്ന്, അതിൽ പരം മറ്റൊന്നുമില്ല എന്നുള്ള ആശയമാണ് ഇന്ന് പകൽ ദൈവമക്കളോട് പറയാ. അതിൽ പരം മറ്റൊന്നുമില്ല എന്നുള്ള ആശയത്തെ വ്യക്തമാക്കുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. അതിൽ പരം മറ്റൊന്നുമില്ല എന്ന ആശയത്തെ വ്യക്തമാക്കുന്നത്. ഞാൻ കാര്യത്തിലേക്ക് വരാം. ശ്രദ്ധിക്കുക. അന്നേരം പ്രയോജനമുള്ളതൊന്നും മറച്ചു വെക്കാതെ ഞാൻ വേഗത്തിൽ കാര്യത്തിലേക്ക് കടക്കാം. ശ്രദ്ധിക്കുക. അന്നേരം ആശയത്തെയാണ് ഞാൻ കൈമാറാൻ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ അർത്ഥം ആശയം ഇങ്ങനെ പറഞ്ഞു, യേശുവരോട് ഈ മന്ദിരം പൊളിപ്പി, ഞാൻ 3 ദിവസം കൊണ്ട് അതിനെ
പണിയും എന്ന് ഉത്തരം പറഞ്ഞു. ഈ പണിയും തൻ്റെ ശരീരമാകുന്ന മന്ദിരത്തെക്കുറിച്ച് അത്രേ യേശു പറഞ്ഞത്. പണിയുമെന്ന് ഉത്തരം പറഞ്ഞു. ശ്രദ്ധിക്കുക, അതിനകത്തുനിന്ന് വ്യക്തമായ ആശയം എന്തെന്നറിയാമോ? യേശു പറഞ്ഞത് ഇങ്ങനെയാണ്: നിങ്ങളാണ് ഇതിനെ പൊളിക്കുന്നത്, ഞാനാണ് ഇതിനെ പണിയുന്നത്. ഞാനെന്ന് പറഞ്ഞ പിതാവായ ദൈവമത്രേ. അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അർത്ഥം ഇതാ, യേശു പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം ഇതാണ്. പ്രൈസ് ദി ലോർഡ്. ഈ വിടുതലിൻ്റെ, എന്നെ ഉയർപ്പിക്കുന്നതിൻ്റെ, നിങ്ങൾ പൊളിക്കുന്നു, 3-ാം ദിവസം ഞാൻ പണിയുന്നു, ഇതിനൊരു ആസൂത്രണമുണ്ട്. ഈ ആസൂത്രണം എന്ന് പറയുന്നത് സർവശക്തനായ ദൈവമാണ്. ആമേൻ പറഞ്ഞാട്ടെ, ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ അർത്ഥം നിങ്ങൾ പൊളിക്കുന്നു, നിങ്ങൾ തന്നെ പണിയുന്നെന്നാണോ? അല്ല, നിങ്ങൾ പൊളിക്കുന്നു. അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് പൊളിക്കാം. പ്രൈസ് കേട്ടെ, പ്രൈസ്. 3 കോടതി ആ കാലത്തുണ്ടായിരുന്നത്. 3 കോടതിയിൽ 3 വട്ടം വിസ്തരിക്കാം, ശരിയാ. പക്ഷെ 3 കോടതിയിൽ 7 വട്ടം യേശുവിനെ വിസ്തരിച്ചു. അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഇതിനെ പൊളിക്കാം. അതിൻ്റെ അർത്ഥം 3 കോടതിയിൽ 7 വട്ടം വിസ്തരിച്ചാൽ നിങ്ങളുടെ ഇഷ്ടം പോലെ, നിങ്ങളുടെ ഇഷ്ടം പോലെ, നിങ്ങളുടെ രാജ്യത്തിൻ്റെ നടപ്പ് പോലെ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, പണിയുന്നവൻ സർവശക്തനായ ദൈവമാ. കേട്ടെ, യേശു പറഞ്ഞതിന്റെ അർത്ഥം ഇതാണ്: ഒരു ആസൂത്രകനുണ്ട്. വിടുതലിന്റെ ആസൂത്രണോ, എന്റെ ഉയർപ്പിന്റെ ആസൂത്രണോ അതെന്റെ ദൈവമാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അപ്പോസ്തലർ 2 പറയുന്നത്, യേശുവിനെ തന്റെ മുന്നറിവിനാലും സ്ഥിര നിർണയത്താലും ഏൽപ്പിച്ചു കൊടുത്തിട്ട് ദൈവമോ അവനെ ഉയർപ്പിച്ചു. ആമേൻ. അന്നേരം ആസൂത്രണം ചെയ്യുന്നത് ആരാണ്? ദൈവമാണ്. ആസൂത്രണം ചെയ്യുന്നത് ദൈവമാണ്. ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളോട് പറയാം, യേശു തൻ്റെ ഉയർപ്പിനെ കുറിച്ചാണ് പറഞ്ഞത്, നമ്മുടെ രക്ഷയെക്കുറിച്ചല്ല. അതിൻ്റെ അർത്ഥം നമ്മുടെ രക്ഷയാകട്ടെ, മരണത്തിൽ നിന്നുള്ള യേശുവിൻ്റെ ഉയർപ്പാകട്ടെ, സകല കാര്യങ്ങളും ആസൂത്രണം ചെയ്യുന്നത് മഹാദൈവമാണ്. അതിനർത്ഥം കേട്ടെ, നിന്റെ കുടുംബത്തെ കുറിച്ച് ചിലത് എൻ്റെ ദൈവം ആസൂത്രണം ചെയ്തിട്ടുണ്ട്. നിന്റെ തലമുറയെ കുറിച്ച് എൻ്റെ ദൈവം ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഈ 2024 കഴിയും മുമ്പ് സ്വർഗത്തിലെ ദൈവം വാഗ്ദത്തം ചെയ്തതുപോലെ നിന്റെ കുടുംബത്തിനകത്ത് ആ വിടുതല്, ആ വാഗ്ദത്തം, ആ ദൈവപ്രവൃത്തി കരമടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഈ പകല ദൈവപ്രവൃത്തി ഒന്ന് കണ്ടട്ടെ. ദൈവത്തിന്റെ ആത്മാവ് ഇതിനകത്ത് ചലിക്കുന്നുണ്ട്. സർവശക്തന്റെ കരവും ദൈവത്തിന്റെ മഹത്വവും ആ ദൈവപ്രവൃത്തി, അതെ, നിന്റെ കുടുംബത്തോട്, നിന്റെ തലമുറയോട്, നിന്റെ ആത്മീയത്തോട്, നിങ്ങളുടെ ശുശ്രൂഷകളോട് സ്വർഗത്തിലെ ദൈവം പറയുന്നു, അവൻ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ. അന്നേരം ആസൂത്രണം ചെയ്തിരിക്കുന്ന ആരാ? ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ എന്നെ ക്രൂശിച്ചോ, പക്ഷേ ഉയർപ്പിക്കും ദൈവം എന്നെ 3-ാം ദിവസം. ദൈവമോ അവൻ്റെ മരണപാശത്തെ അഴിച്ചു എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ആസൂത്രകൻ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. മരണത്തിനോ അവനെ പിടിച്ചു വെക്കാൻ അസാധ്യമായിരുന്നു. ആസൂത്രകൻ ദൈവമാണ്. അതിനർത്ഥം ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു, അവൻ നമ്മെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് അവന്റെ ബലമുള്ള കരത്തിന്റെ കീഴിൽ താണിരിക്കുക. അതിനർത്ഥം അതിന്റെ സമയത്ത് കൃത്യമായി കർത്താവിന് നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ, നിന്റെ ആത്മീയ വിഷയത്തിന്റെ അകത്ത് ഇടപെടാൻ, നിനക്ക് വേണ്ട കൃപകളെ തരാൻ, നിനക്ക് വേണ്ട ബലത്തെ പകരുവാൻ ദൈവത്തിന് കഴിയുമെന്ന്. ദൈവത്തിന് കഴിയുമെന്ന് അത് വിശ്വസിക്കുന്നുണ്ട്. ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. അന്നേരം ദൈവമാണ് കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുന്നത്. അല്ലെന്ന് ആർക്കെങ്കിലും അല്ലെങ്കിൽ ആർക്കെങ്കിലും ഉണ്ടോ? ഇല്ല. ദൈവമാണ് കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുന്നത്. അതിനർത്ഥം കേട്ടെ, ഏതൊരു വിടുതലാകട്ടെ, ഒരു വ്യക്തിയുടെ മാനസാന്തരമാകട്ടെ, ഏതൊരു വ്യക്തിയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികളാകട്ടെ, ശുശ്രൂഷയാകാം, ജീവിതമാകാം, ഏത് കാര്യങ്ങളും ആയിക്കൊള്ളട്ടെ, ഏതിനോടും നിങ്ങൾക്ക് ഉപമിക്കാം. അത്രമാത്രം പറയുന്നില്ല. എല്ലാം വിശദീകരിച്ച് പറയുമ്പോൾ അത് ശരിയല്ലല്ലോ, അതിനാവശ്യമില്ലല്ലോ എന്നുള്ളതാണ് അത് റൈറ്റ്. ഏത് കാര്യമായിക്കൊള്ളട്ടെ, ഏത് കാര്യമാണെങ്കിലും അത് ആസൂത്രണം ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. ആസൂത്രണം ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. എത്ര പേര് ആ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട്? അല്ലെന്നേരം
എനിക്കറിയാം നിങ്ങൾ വിശ്വസിക്കാത്തവരാരും ഇവിടെ ഇല്ലെന്നുള്ളത് എനിക്കറിയാം. നിങ്ങൾ വിശ്വസിക്കുന്നവർ തന്നെയാണ്. വിശ്വസിക്കുന്നവർ പറയാം, ഈ പകൽ നിങ്ങൾ ദൈവത്തിൻ്റെ മഹത്വം കണ്ടിരിക്കും. ഞാൻ പറഞ്ഞ ആശയത്തോടൊന്ന് ചേർന്ന് പറയണമേ. ആശയം നിങ്ങളുടെ ആത്മീയ ജീവിതത്തിനകത്ത് വളരെ സ്ഫോടനങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു ദൈവവചനത്തിൻ്റെ വെളിപ്പാടായി കേൾക്കാമെങ്കിലും അത് പ്രാപിക്കാമെങ്കിൽ അതിൻ്റെ അകത്ത് നമുക്ക് ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാൻ പറ്റും. ശ്രദ്ധിക്കുക, അന്നേരം ആസൂത്രണം ചെയ്യുന്ന ദൈവമാണ്. അത് മാനസാന്തരമാകട്ടെ, ഒരു വ്യക്തിയുടെ വിടുതലാകട്ടെ, സൗഖ്യമാകട്ടെ, ഉയർച്ചയാകട്ടെ, കുടുംബത്തിൻ്റെ നന്മയാകട്ടെ, ശുശ്രൂഷയാകട്ടെ. ആമേൻ പറഞ്ഞാട്ടെ. ശുശ്രൂഷകളെല്ലാം ആസൂത്രണം ചെയ്യുന്ന ആരാ? ഈ 2024 നവംബർ മാസം 23 ഇവിടെ നിന്ന് ഞാൻ ശുശ്രൂഷിക്കണമെന്ന് സ്വർഗത്തിലെ ദൈവമാണ് ആസൂത്രണം ചെയ്തത്. ആമേൻ പറഞ്ഞാട്ടെ. ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. അതിൻ്റെ അർത്ഥം എന്താ? കഴിഞ്ഞ വർഷത്തിന് മുമ്പുള്ള വർഷങ്ങളിൽ കേരളത്തെ മുഴുവനും പരക്കെ വ്യാപിച്ച കോവിഡ് എന്ന പകർച്ചവ്യാധിക്ക് എന്നെ കടിച്ചു തുപ്പിക്കളയാൻ കഴിയാതെ പോയതിൻ്റെ കാരണം എൻ്റെ മേൽ കിടക്കുന്ന ദൈവത്തിൻ്റെ പദ്ധതികളാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങളാണ്. അങ്ങനെങ്കിൽ ദൈവമക്കളോട് പരിശുദ്ധാത്മ പറയുകയോ, നിന്നെ മറന്നു കളഞ്ഞെന്ന് ആരാ പറഞ്ഞത്? നിന്നെ ഉപേക്ഷിച്ചെന്ന് ആരാ പറഞ്ഞത്? നീ കാണാതെ കിടക്കുന്ന ഒരു വ്യക്തിയാണെന്ന് ആരാ പറഞ്ഞത്? സഹായം കിട്ടാതെ കിടക്കുന്ന വ്യക്തിയാണെന്ന് ആരാ പറഞ്ഞത്? ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പ്രവചിച്ചു പറയുകയോ, നിന്നെ കുറിച്ച് ദൈവം ചിലത് ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ. ഇതിന് കർത്താവ് നമ്മളെക്കുറിച്ച് കാര്യങ്ങൾ ആസൂത്രണം. ഇത് യേശു പറഞ്ഞതിനകത്തു നിന്നും നമ്മൾ വിശ്വസിച്ചേ മതിയാകത്തുള്ളൂ. യേശു പറഞ്ഞത് അതാണ്. അന്നേരം ആസൂത്രണം ചെയ്യുന്ന ആരാ? കർത്താവ്. എന്ന് ശ്രദ്ധിക്കുക, ആസൂത്രണം ചെയ്യുമ്പോൾ ഓർത്തുകൊള്ളുക, ദൈവം ആസൂത്രണം ചെയ്യുന്നത് കൊണ്ട് അതിനകത്തൊരു പക്ഷേ ഒരു പ്രവാചകൻ ഉണ്ടാകാം. അതുകൊണ്ട് എല്ലാവരും പ്രവാചകനെ വിളിക്കണമെന്നോ പ്രവാചകനെ പോയി കാണണമെന്നോ നാളെ തന്നെ ഒരു പ്രവാചകനെ വിളിച്ചു വീട്ടിൽ പ്രാർത്ഥിപ്പിക്കണമെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. നിങ്ങളിനി അത് ചെയ്തിട്ട് പാസ്റ്റർ എന്നെ കുറ്റം പറയരുത്. ശ്രദ്ധിക്കുക, ഒരു പ്രവചന ശബ്ദമുണ്ട് ദൈവം ആസൂത്രണം ചെയ്യുന്നതുകൊണ്ട്. സഭായോഗം പോലും മുടക്കി ഞങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്, ഞങ്ങൾക്ക് വേണ്ടതെല്ലാം കൊട്ടക്കണക്കിന് തരും എന്ന ആശയമായി ആരെങ്കിലും ആത്മീയജീവൻ നയിക്കുന്നെങ്കിൽ ഇന്ന് പകൽ അതിനെ കുഴിച്ചിട്ട് നീ മടങ്ങി വരണം. ആമേൻ പറഞ്ഞാട്ടെ. ഉപവാസവും പ്രാർത്ഥനയും ഒക്കെ ചർച്ചിൻ്റെ ആത്മീയ അനുഗ്രഹത്തിനായി നടത്തപ്പെടുമ്പോൾ ഇതൊന്നും ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങളെ ആത്മീയത്തിൽ പുഷ്ടിയുള്ളവരാക്കി തീർക്കാൻ ദൈവത്തിന് കഴിയും എന്ന് പറഞ്ഞ് കൈകെട്ടി വീട്ടിലിരുന്ന അത് കുഴിച്ചിട്ടിട്ട് വേണം നീ ഇന്ന് പകൽക്കാലം മാനസാന്തരപ്പെടാൻ. പ്രൈസ് ദി ലോർഡ്. ആസൂത്രണം ചെയ്യുന്നത് മഹാദൈവമാണ്. അതുകൊണ്ട് തന്നെ ദൈവമക്കളോട് പറയാം, ആസൂത്രണത്തിൻ്റെ അകത്ത് ദൈവം കണ്ടിട്ടുണ്ട് ഒരു പ്രൈസ് ദി ലോർഡ് അനന്യാസിനെ. ആമേൻ പറഞ്ഞാട്ടെ. ദൈവം ആസൂത്രണം ചെയ്തതിനകത്ത് യോസേപ്പിന് വിവാഹം നിശ്ചയം ചെയ്യപ്പെട്ട ഒരു മറിയ ദൈവം കണ്ടിട്ടുണ്ട്. ദൈവം ആസൂത്രണം ചെയ്തതിനകത്ത് ദൈവം കണ്ടിട്ടുണ്ട് ബേഥലേഹേം എന്ന ആ ചെറിയ പട്ടണത്തെ. Come on. ആമേൻ പറഞ്ഞാട്ടെ. ആരാ പറഞ്ഞത് നിന്റെ തലമുറയ്ക്ക് സ്റ്റേജ് കിട്ടത്തില്ലെന്ന്? ആരാ പറഞ്ഞത് നിന്റെ തലമുറയ്ക്ക് ജോലി കിട്ടത്തില്ലെന്ന്? ആരാ പറഞ്ഞത് നീ ദേശത്ത് പച്ച പിടിക്കത്തില്ലെന്ന്? ആരാ പറഞ്ഞത് നീ ഇല്ലാതാകുമെന്ന്? ഇല്ല. ദൈവം ആസൂത്രണം ചെയ്തതിനകത്ത് നിന്റെ തലമുറയുടെ ഡെലിവറൻസ് ഉണ്ട്. Come on. ആശയം പിടികിട്ടുന്നവർ, ആത്മാവിൽ വെളിപ്പാടുകൾ ഗ്രഹിക്കാൻ കഴിയുന്നവരെ കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. പറഞ്ഞു, നിങ്ങൾ പിടികിട്ടുന്നുണ്ടോ? പിടികിട്ടുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിയുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാകുന്നുണ്ടല്ലോ. അന്നേരം ദൈവം ആസൂത്രണം ചെയ്ത ആ വിഷയത്തിലേക്കൊന്ന് വന്ന് ആത്മാവിനിക്ക് തന്ന വെളിപ്പാടുകൾ പറഞ്ഞ് അവസാനിപ്പിക്കാം. ദൈവം ആസൂത്രണം ചെയ്യും വിടുതലുകളെല്ലാം, മാനസാന്തരമാകട്ടെ, വിടുതലാകട്ടെ, നിന്റെ ഉദ്ധാരണമാകട്ടെ. കുഞ്ഞെ കർത്താവിനെ വിട്ട് തലകുത്തി നിന്ന നടക്കത്തില്ല പരിപാടി. എന്നിൽ വസിച്ചിട്ടല്ലാതെ ആർക്കും ഫലം കഴിക്കാൻ കഴിയത്തില്ല. ആസൂത്രണം ചെയ്ത ദൈവമാണ്. ആമേൻ പറഞ്ഞാട്ടെ. അതുകൊണ്ട് വചനം പറയുന്നത്, ഞാനോ കുറയണം അവനോ വളരണം. അതുകൊണ്ട് പൗലോസ് ആത്മാവിൽ പറഞ്ഞ്, നിങ്ങളോ ക്രിസ്തുവെന്ന തലയോളം വളരണം. ശ്രദ്ധിക്കുക, അതിൻ്റെ അർത്ഥം എന്താ? കാര്യങ്ങളൊക്കെ ക്രമത്തിലാക്കുന്നത്, കാര്യം ആസൂത്രണം ചെയ്യുന്നത് മഹാദൈവമാണ്. ആ
ദൈവത്തിൻ്റെ പദ്ധതികളെയാണ് നാം തിരിച്ചറിയേണ്ടത്. ആത്മാവിൽ അത് ഏറ്റെടുക്കാനും അത് ആത്മാവിൽ പ്രാപിക്കാനും തയ്യാറായാൽ സ്വർഗം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിച്ചാൽ സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങും. ഒറ്റ കാര്യം പറയാം, നമ്മുടെ അകത്ത് നിറയപ്പെടുന്ന ആത്മാവിൻ്റെ അളവിലാണ് പുറമെ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. എൻ്റെ കൂടെയുള്ള ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. പ്രൈസ് ദി ലോർഡ്. അടുത്ത വളവിൽ ഒരു ആക്സിഡന്റ് നടക്കാൻ സാധ്യതയുണ്ട്. പ്രൈസ് ദി ലോർഡ്. നിന്റെ കാർ ഒന്ന് സ്ലോ ചെയ്യണമെന്ന് നിന്നോട് പറയണമെങ്കിൽ നിന്റെ അകത്ത് ആ അളവിൽ ആത്മാവ് നിറയപ്പെടണം. ആമേൻ പറഞ്ഞാട്ടെ. അതുകൊണ്ട് പഴയ നിയമത്തിൽ പറഞ്ഞു, അവൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരും. ആമേൻ പറഞ്ഞാട്ടെ. നിങ്ങൾക്കറിയാമോ, ഒരു യോദ്ധാവിനെ പോലെ പരിശുദ്ധാത്മാവിന് നമ്മളെ ഉപയോഗിക്കാൻ കഴിയും. ഒരു യോദ്ധാവിനെ പോലെ പരിശുദ്ധാത്മാവിന്. ഒരു യോദ്ധാവ് എന്ന് പറഞ്ഞാൽ എന്താ? യുദ്ധം ചെയ്യുന്നവൻ. അവൻ്റെ വാളുണ്ട്, പരിചയമുണ്ട്, അവന് അല്ലെങ്കിൽ ശിരസ്ത്രമുണ്ട്. അങ്ങനെ യോദ്ധാവിൻ്റെ കയ്യിൽ എന്തൊക്കെയുണ്ട് അല്ലേ? ഒരു യോദ്ധാവ് തൻ്റെ കയ്യിൽ ഒരു ആയുധം ഉപയോഗിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവിന് നമ്മളെ ഉപയോഗിക്കാൻ കഴിയും. പക്ഷെ ഒരു കാര്യമുണ്ട്, തല ചൊറിഞ്ഞ് ഗ്ലോറി പറഞ്ഞുകൊണ്ടൊന്നും നടക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. നീ ആത്മാർത്ഥമായി ഏൽപ്പിച്ചു കൊടുത്ത് ആത്മാവിൽ നിറയപ്പെട്ടാൽ നിന്നെ ഒരു യോദ്ധാവിനെ പോലെ പരിശുദ്ധാത്മാവ് ഉപയോഗിക്കും. ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. ഞാൻ കുറ്റപ്പെടുത്തുകയല്ല ആരെയും. ആത്മീയമായി എല്ലാവരും വളരണമെന്ന് ആഗ്രഹമുണ്ട്. ഇന്ന് പകൽ ഞാനിവിടെ നിൽക്കുമ്പോൾ ഞാൻ മനുഷ്യൻ്റെ ആശയത്തെ നിളങ്ങിയല്ലെന്ന് അല്ലെങ്കിൽ ആശയത്തെ ചാരിയല്ല നിൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. വചനം ഇങ്ങനെ പറയുന്നു, എല്ലാവരും രക്ഷ പ്രാപിക്കണമെന്നും എല്ലാവരും ദൈവപരിജ്ഞാനത്തിൽ എത്തണമെന്നും ദൈവം ഇച്ഛിക്കുന്നു. ആമേൻ പറഞ്ഞാട്ടെ. ആരിച്ഛിക്കുന്നു? ദൈവം ഇച്ഛിക്കുന്നു. എം എ വർഗീസ് പാസ്റ്റർ പോലുള്ള ബഹുമാനായ കർത്തുദാസന്മാരെല്ലാം ഇച്ഛിക്കുന്നത് പോലെയല്ല. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ സഭാ ആസ്ഥാനങ്ങളുടെ പ്രധാന നേതാക്കന്മാർ ഇച്ഛിക്കുന്നത് പോലെയല്ല. പിന്നെയോ നമ്മുടെ കർത്താവ് ഇച്ഛിക്കുന്നു. പക്ഷേ എൻ്റെ പ്രസംഗത്തിലാകട്ടെ നിങ്ങളുടെ പ്രസംഗത്തിലാകട്ടെ, എനിക്ക് 40, 41, 42 വയസ്സാകുന്നേ ഉള്ളൂ. 40-ലധികം പേരെ വിശ്വാസത്തിൽ കൊണ്ടുവരാൻ ദൈവം എനിക്ക് അവസരം നൽകി. ഞാൻ കണക്ക് പറയലോ, സാറൊക്കെ അതിൽ കൂടുതൽ എനിക്കറിയാം. ഞാനത് പറഞ്ഞ ഈ ചെറിയ പ്രായത്തിനകത്ത് ചെയ്യാൻ പറ്റിയത് അത്രയെങ്കിലും ചെയ്യാൻ പറ്റിയെന്നുള്ള ഓർത്ത് നമ്മൾ ദൈവത്തിന് സ്തോത്രം ചെയ്തു. ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അയ്യോ മിടുക്കനാണല്ലോ. ഒരു മിടുക്കുമില്ല. എന്താ? ഇച്ഛിക്കുന്നൊരു ദൈവം അവിടെ ഉള്ളത് കൊണ്ടാണ്. എല്ലാവരും രക്ഷ പ്രാപിക്കണമെന്ന് ഇച്ഛിക്കുന്നൊരു ദൈവമുണ്ട്. അതിൻ്റെ അർത്ഥം നീ പ്രാർത്ഥിച്ചാലും നിന്റെ ദേശം വിടുവിക്കപ്പെടുമെന്ന്. കെട്ടിലും മട്ടിലും വാക്കിലും ചാതുര്യത്തിലും പ്രസംഗത്തിലും വാചകത്തിലും ഒക്കെ ഭയങ്കര കസർപ്പ. ആ പാസ്റ്റർ വന്ന് പ്രസംഗിച്ച ഞങ്ങളുടെ ചർച്ചിൽ ഡെലിവർസാ കുന്തമ. സ്വർഗത്തിലെ ദൈവം ഇച്ഛിക്കുന്നത് കൊണ്ടാ. ആമേൻ പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെയൊക്കെ പൊട്ടത്തരത്തിന് ദൈവം വല്ലാതെ താടിക്ക് കൈവച്ചിരിക്കുക അല്ലെന്ന് ഇച്ഛിക്കുന്നൊരു ദൈവമുണ്ടെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ റീസെന്റ് കഴിഞ്ഞ ഇടയ്ക്ക് വിദേശത്ത് പോയപ്പോൾ അവിടെ സൗഖ്യമാകുന്ന കണ്ടപ്പോൾ പ്രൈസ് ദി ലോർഡ്, അവിടുത്തുകാരന് മനസ്സിലായി ഈ പുള്ളി കൈവച്ച രോഗി സൗഖ്യമാകുന്നു. തളർന്നു കിടന്ന അമ്മയുടെ മേൽ കൈവെക്കാൻ പറഞ്ഞു. അമ്മ ചാടി എഴുന്നേൽക്കുകയാ. ഒറ്റ കാരണം, ഇച്ഛിക്കുന്നൊരു ദൈവം സ്വർഗത്തിലുള്ളത് കൊണ്ടാ. പിടി കിട്ടുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. അതിനർത്ഥം ബ്രദറെ സിസ്റ്ററെ, കായിത്തുടങ്ങി മായിത്തുടങ്ങി പായിൽ അവസാനിക്കുന്ന വലിയ പ്രസംഗത്തിന്റെ കൊഴുപ്പോ കനമോ അല്ല, ഇച്ഛിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന്. പ്രൈസ് ദി ലോർഡ്. ആമേൻ പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ ദൈവമക്കളോട് പറയാ, ഞാൻ പ്രാർത്ഥിച്ചിട്ട് ക്യാൻസർ മാറിയിട്ടുണ്ട്, ഞാൻ പ്രാർത്ഥിച്ചിട്ട് വലിയ രോഗങ്ങൾ മാറിയിട്ടുണ്ട്. വൈ? ഒറ്റ കാരണമേ ഉള്ളൂ, ഇച്ഛിക്കുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ പറഞ്ഞാട്ടെ. അതിന്റെ അർത്ഥം നമുക്ക് കിട്ടിയ ഏതെങ്കിലും പ്രത്യേക ക്വാളിഫിക്കേഷൻ അല്ല, പ്രത്യേക കൃപാവരങ്ങളല്ല. ദൈവം ഇച്ഛിക്കുന്നു എല്ലാവരും. അതിന്റെ അർത്ഥം നീ നാളെ രാവിലെ ഒരു മൈക്കും പിടിച്ച് നിന്റെ കവലയിൽ നിന്ന് പ്രസംഗിച്ചാൽ ദേശത്ത് കർത്താവ് പ്രവർത്തിക്കും. കാരണം വിടുതൽ ഇച്ഛിക്കുന്ന ഒരു ദൈവമുണ്ട്. ഓ കമോൺ. തിരുവനന്തപുരത്തുള്ള ദൈവമക്കളോട് പറയാ, നിന്റെ ദേശത്ത്, നിന്റെ അപ്പാർട്ട്മെന്റില്, നിന്റെ ഫ്ലാറ്റില് എത്ര പേർ വിടുവിക്കപ്പെടാനുണ്ട്? നീ താമസിക്കുന്ന വില്ല കോമ്പൗണ്ടിനകത്ത് എത്ര കുടുംബങ്ങൾ വിടുവിക്കപ്പെടാനുണ്ട്? ഇച്ഛിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന്. ഓ ജീസസ്.
റബ റഗൽ ഖാരാ ദിയാ റഗ റബന ഘടക ഛാദന അതരാ ജഗത്തുരാദികൾ കന ഘടക പൗഡമന അതരേ ജഗത്തുര. കഴിഞ്ഞ തിങ്കളാഴ്ച എരുമേലിക്കകത്തായിരുന്നു മീറ്റിംഗ്. എരുമേലി IPC-ൽ അവിടെ ഒരു ആൻറ്റി ഉണ്ട്, സഹോദരി. പ്രൈസ് ദി ലോർഡ്. ഒരു ചെറിയ ശുശ്രൂഷക്കാരെത്തിയ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ കൃപയാൽ ഒരു സഭ എരുമേലിയുടെ മണ്ണിൽ പിശാചിനെ കണ്ണു മുമ്പിൽ ഞങ്ങൾ സ്ഥാപിക്കാനിടയായെന്ന്. ആമേൻ പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. എന്നെ പ്രസംഗിക്കാൻ വിളിച്ച പാസ്റ്റർ എന്നെ അനൗൺസ് ചെയ്തിങ്ങനെ, വെണ്ണിക്കുളത്തുനിന്ന് റോജി എന്ന പാസ്റ്റർ നമ്മളെ ഇന്ന് പകൽ ശുശ്രൂഷിക്കും. എൻ്റെ പേര് റജി എന്നാ. അതിൻ്റെ അർത്ഥം എന്താ? എൻ്റെ പേര് പോലും മര്യാദയ്ക്ക് വിളിച്ച് സ്റ്റേജിൽ കയറ്റാൻ അറിയത്തില്ലെങ്കിലും പിശാചിൻ്റെ കോട്ടയ്ക്കകത്തുനിന്ന് ഒരു കൂട്ടത്തെ അദ്ദേഹം വിടുവിച്ചത്. മനസ്സിലാകുന്നവർ മാത്രം ദൈവത്തെ സ്തുതിച്ചാൽ മതി. നിങ്ങളുടെ ഉണക്ക സ്വത്രം കിട്ടിയിട്ടല്ല സ്വർഗത്തിലെ ദൈവം ഉയർന്നും പൊങ്ങിയ സിംഹാസനത്തിൽ ഇരിക്കുന്നത്. മനസ്സിലാകുന്നവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. നിന്റെ കയ്യടി എന്ന വഴിപാട് കിട്ടിയിട്ട് വേണ്ട എൻ്റെ ദൈവത്തിന് ദൈവമായിരിക്കാൻ. അവൻ ദൈവം തന്നെയാണ്. ഇന്ന് പകൽ ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ആ ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. അതിലേറെ ഉള്ളത്തിന്റെ ഉള്ളിൽ രൂപാന്തരം ഉണ്ടാകുന്നെങ്കിൽ ഇന്ന് പകൽ ഏറ്റെടുത്താട്ടെ. ആസൂത്രകനായിരിക്കുന്ന ഒരു ദൈവമുണ്ട്. അന്നേരം ആസൂത്രണം ചെയ്യുന്നത് ആരാണ്? ദൈവമാണ്. അതാണ് യേശു പറഞ്ഞത്, ദൈവമാണ് ആസൂത്രണം. അന്നേരം ദൈവം ആസൂത്രണം ചെയ്യുമ്പോൾ ഓർത്തുകൊള്ളണം, ആ ആസൂത്രത്തിനകത്ത് ഒരു വ്യക്തിയുണ്ട്. ആമേൻ പറഞ്ഞാട്ടെ. അതിൻ്റെ അർത്ഥം നിന്റെ മാനസാന്തരത്തിന്, നിന്റെ വിടുതലിന്, നിന്റെ തലമുറ കെട്ടഴിയാനൊക്കെ ഒരു വ്യക്തിയെ ദൈവം അതിനകത്ത് കണ്ടിട്ടുണ്ട്. 2, ദൈവം അതിനകത്തൊരു ദൂതനെ കണ്ടിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. 3, ദൈവം നിന്റെ പ്രാദേശിക സഭയെ കണ്ടിട്ടുണ്ട്. 4, ഒരു സഭാ കൂട്ടായ്മയുടെ പ്രാർത്ഥന ദൈവം കണ്ടിട്ടുണ്ട്. മനസ്സിലാകുന്നവർ മാത്രം ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഇന്ന് പകൽ ദൈവമക്കോട് പറയാം. അതുകൊണ്ട് തന്നെ വചനത്തിനകത്ത് പറയുന്നുണ്ട്, പ്രൈസ് ദി ലോർഡ്, അനന്യാസിനെ സ്വർഗത്തിലെ ദൈവം ചെന്ന് സന്ദർശിച്ചിട്ട് പറയുക, നീ ചെന്ന് ശൗലിന്റെ മേൽ കൈവെക്കണം. പക്ഷെ ഒഴിഞ്ഞു മാറാൻ നോക്കിയിട്ടും ദൈവം സമ്മതിച്ചില്ല. കാരണം എന്താ? നീ അവന്റെ തലമേൽ കൈവെക്കുമെന്ന് ഞാൻ അവരോട് പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ അർത്ഥം എന്താ? അനനിയാസേ, നിനക്ക് ശൗൽ എന്ന പേര് കേൾക്കുന്നത് പേടിയാ. അവന്റെ കയ്യിൽ അധികാരപത്രമുണ്ടെന്ന് നീ എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നീ പേടിക്കണ്ട, നീയാണ് അവന്റെ തലയിൽ കൈവെക്കുന്നതെന്ന് ഞാൻ കണ്ടിരിക്കുകയാ. അതിന്റെ അർത്ഥം സ്വർഗത്തിലാണ് ഇത് ആസൂത്രണം ചെയ്തത്. ഇന്ന് പകൽ നിന്റെ കുടുംബത്തെ കണ്ടിട്ടുണ്ട്, നിന്റെ തലമുറയെ കണ്ടിട്ടുണ്ട്, നിന്റെ പ്രാർത്ഥന ദൈവം കണ്ടിട്ടുണ്ട്. ഓ പോരാ പോരാ റബലഗടഗച്ഛാദര. ഓ ജീസസ്, ഹല്ലേലൂയ. പിടികിട്ടുന്നവർ ദൈവത്തിന് നന്ദി പറഞ്ഞിട്ട് കരമടിച്ചു ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. അനന്യാസേ, നിന്നെയാ ഞാൻ കണ്ടത്. കാരണം ഇത് ആസൂത്രണം ചെയ്ത ഞാനാണ്. യെരുശലേമിൽ നിന്നും പത്രോസിനെ ഞാൻ വരുത്തില്ല. യെരുശലേമിൽ നിന്നും യോഹന്നാനെ വരുത്തില്ല. യെരുശലേമിൽ നിന്നും യാക്കോബിനെ ഞാൻ ഇവിടെ വരുത്തത്തില്ല. ഈ പൗലോസിന്റെ വിടുതലിന് ഞാൻ നിന്നെയാണ്. ഓ ജീസസ്. പിടികിട്ടുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? അതിനർത്ഥം പൗലോസിന്റെ മാനസാന്തരത്തിന് വേണ്ടി മാനസാന്തരം ആസൂത്രണം ചെയ്ത ആരാ? ദൈവമാ. ആസൂത്രണം ചെയ്തതുകൊണ്ടാണ് ദമസ്കോസിൽ പാർത്തു വന്ന, അല്ലെങ്കിൽ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഒരുവനായിരിക്കുന്ന അനന്യാസിനെ കർത്താവ് സന്ദർശിച്ചിട്ട് പറയുകയാണ്, നീ ചെന്നിട്ട് വേണം ആ ശൗലിന്റെ മേൽ, നേർവീതിയിൽ യൂദയുടെ വീട്ടിലിരിക്കുന്ന ശൗലിന്റെ മേൽ കൈവെക്കാൻ. പ്രൈസലോ. ശൗലിൻ എന്ന് പറഞ്ഞ മനുഷ്യന്റെ മേൽ കൈവെക്കാൻ തക്ക പ്രാപ്തിയില്ല. കാരണം എന്താ? ശൗലിന്റെ മേൽ നടന്ന സംഭവം, അല്ലെങ്കിൽ ശൗലിനെ പിടിച്ചെന്നോ മാനസാന്തം വരുത്തിയെന്നോ കണ്ണിൽ ഇരുട്ട് കയറി അവിടെ ഇരിക്കുകയാണെന്നൊന്നും അന്യാസിന് അറിയാമോ? ഇല്ല. ആ കാലത്ത് മനോരമ പത്രം ഇല്ലായിരുന്നു. അമ്മ പറഞ്ഞാട്ടെ, പറഞ്ഞ പോലെ മനസ്സിലാകുന്നുണ്ടോ? കാരണം ദമസ്കോസിൽ നടന്നത് പോലും ദമസ്കോസിനകത്തുള്ള പട്ടണത്തിനകത്ത് പാർത്ത അനന്യാസ് അറിഞ്ഞിട്ടില്ല. ഇവിടെ വെച്ച് ഇവനെ പിടിച്ചെന്ന് പോലും കർത്താവ് പറഞ്ഞപ്പോഴാണ് അറിയുന്നത് അവനെ കർത്താവ് പിടിച്ചെന്ന്. ആമേൻ പറഞ്ഞാട്ടെ.
അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ പ്രവചനം ഈ സംസ്ഥാനത്തിന്റെ നഗരിൽ നിന്നുകൊണ്ട് പറയാ, ദൈവത്തിന്റെ കരം ഈ പട്ടണങ്ങളെ പിടിക്കാൻ പോകുകയാ. ഈ സംസ്ഥാനത്തെ ദൈവത്തിന്റെ കരം തൊടാൻ പോകുകയാ. PMG ചർച്ചിനെ ദൈവം അതിന്റെ ഒരു ഭാഗമാക്കാൻ പോകുകയാ. അധികം നിങ്ങൾ പ്രാർത്ഥിക്കണോ, അധികം നിങ്ങൾ ഉപവസിക്കണോ, അധികം ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പണമുള്ളവരാകണോ? എന്തുകൊണ്ടാ? ഈ പട്ടണത്തിന്റെ കേന്ദ്ര ബിന്ദുവിലാ നിങ്ങൾ നിൽക്കുന്നത്. വിശ്വസിക്കുന്നുണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. അന്നേരം ഇത് ആസൂത്രണം ചെയ്ത ദൈവമാ. അതുകൊണ്ട് അനന്യാസിനോട് കർത്താവ് പറഞ്ഞത്, നീ ചെന്ന് ശൗലിൻ്റെ മേൽ കൈവെക്കണം, അവൻ സൗഖ്യം പ്രാപിക്കേണ്ടതിനും അവന് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കേണ്ടതിനും. ആമേൻ പറഞ്ഞാട്ടെ. അതിനർത്ഥം ഒഴിഞ്ഞു മാറാൻ പറ്റത്തില്ലെന്ന്. നിന്റെ കുടുംബത്തിന് ദൈവം ആസൂത്രണം ചെയ്ത ചില കാര്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റത്തില്ല. ഒരു ഇരുമ്പ് തുണ്ടിലേക്ക് മാഗ്നറ്റ് ആകർഷിക്കുന്നത് പോലെ നിന്നെ ആകർഷിച്ചു പിടിച്ചത് എൻ്റെ ദൈവമാണ്. അങ്ങനെങ്കിൽ ആത്മാവി പറയാ, നിന്റെ ദേശത്തുള്ള ചിലരുടെ വിടുതല് നിന്റെ കയ്യിലൂടെയാ. നിന്റെ കുടുംബത്തിന്റെ ചില അനുഗ്രഹങ്ങൾ നിന്റെ പ്രാർത്ഥനയിലൂടെയാ. ഈ ഉപവാസത്തിലൂടെ ചിലതിനെ കെട്ടടിക്കുകയാ. ചിലതിനെ കെട്ടടിക്കുകയാ. Praise the Lord. Praise the Lord. ദൈവത്തിൻ്റെ ആത്മാവിനോട് ഇങ്ങനെ ഒരു ആലോചന പറയുന്നു. ദൈവസഭയുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനകത്ത് ഇടർച്ച വരുത്തുന്ന ചില ദുഷ്ടശക്തികൾ ഇന്ന് പകൽ തകരാൻ പോകുകയാണ്. ഇത് റജി ഷാമുവേൽ കൈയടിപ്പിക്കാൻ പറയുകയല്ല, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിയോഗത്താൽ പറയുക. പ്രൈസ് ദി ലോർഡ്. മൈഗ്രെയിൻ പോലുള്ള ചില രോഗങ്ങൾ ഇന്ന് പകൽ പൊട്ടിമാറാൻ പോകുകയാ. ഉദര സംബന്ധമായ ചില രോഗത്തിന്റെ ബന്ധനങ്ങൾ ഇന്ന് പകൽ അഴിയാൻ പോകുകയാ. വിടുതലുകളെ ആസൂത്രണം ചെയ്തവൻ, സൗഖ്യത്തെ ആസൂത്രണം ചെയ്തവൻ, ഇത് ഹീലിംഗ് കർത്താവിന്റെ നാമത്തിൽ സംഭവിക്കുകയാ. വിശ്വസിക്ക്. വിശ്വസിക്ക് സിസ്റ്റർ, നീ ഏറ്റെടുത്തോ വിടുതല. ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് പ്രവചിക്കുന്നു, നിന്റെ സൗഖ്യത്തെ എന്റെ കർത്താവ് കൈമാറുകയാ. ഒറ്റ കാര്യം ഞാൻ കുറ്റം പറയല്ല കേട്ടോ. കേരളത്തിൽ വലിയ ചർച്ച കഴിഞ്ഞിടയ്ക്ക് പ്രസംഗിക്കാൻ ചെന്നപ്പോഴേ സഭ വളർന്നു. ഭയങ്കര പട്ടിണിയൊക്കെ ആയിരുന്നു. കട്ടൻ കാപ്പിയും മറ്റേ കപ്പയൊക്കെ ആയിരുന്നു. ഞങ്ങളുടെ നാട്ടിലെ കപ്പ, ഇവിടെ കപ്പയൊക്കെ അല്ലേ, അങ്ങനെയല്ലേ പറയുന്നേ? വേറെ എന്തെങ്കിലും ഉണ്ട്, നിങ്ങളൊന്നും സഹിച്ചോ? സ്ഥിതിക്ക് കട്ടൻ കാപ്പിയും കപ്പയാ. പ്രൈസോ. അതിൽ നിന്നൊക്കെ കർത്താവ് മാനിച്ചു. എല്ലാവരും അമേരിക്കയെ കൊണ്ടുപോയി. കേരളത്തിൽ തന്നെ അല്ലെങ്കിൽ തിരുവല്ലയിൽ തന്നെ ഏറ്റവും വലിയ ചർച്ചയായി മാറി, വലിയ ചർച്ചയായി മാറി. വടക്കേന്ത്യയിലെ സുവിശേഷീകരണത്തിന് ലക്ഷക്കണക്കിന് രൂപ മാസം കൊടുക്കുന്നവർ ആ ചർച്ചിനകത്തും ദൈവം എഴുന്നേൽപ്പിച്ച്. ആമേൻ പറഞ്ഞാട്ടെ. പ്രൈസോ. സഭയെ ദൈവം മാനിച്ചു. പ്രൈസലോ. ഞാൻ പല പ്രാവശ്യം അവിടെ പല ദൈവദാസന്മാരും അവിടെ ശുശ്രൂഷിക്കുന്ന സമയത്ത് അവിടെ ചെന്നിട്ടുണ്ട്. പ്രൈസലോ. പിന്നെ എനിക്ക് പരിചയമുള്ളൊരു ദൈവദാസൻ കൊട്ടാരക്കരയിൽ നിന്ന് സ്ഥലം മാറി അവിടേക്ക് വന്നപ്പോൾ അവിടെ നടന്ന മീറ്റിങ്ങിൽ വീണ്ടും എന്നെ വിളിച്ചു. ആ മീറ്റിങ്ങിൽ ചെന്നപ്പോഴത്തേനെ അവിടുത്തെ കർത്തദാസൻ പറഞ്ഞു, റജിപ്പാസ് പ്രസംഗിക്കുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം, വചനത്തിൻ്റെ വെളിപ്പാട് പറയുന്നറിയാം, റജിപ്പാസ് ബൈ ക്ലാസ് എടുക്കുമെന്ന് എനിക്കറിയാം. ഇതൊക്കെ എന്നോട് ഇങ്ങനെ പറഞ്ഞു. എന്നെ അങ്ങ് തണ്ടിക്കയറ്റി പുള്ളി നിർത്തി. എനിക്കറിയാം ഞാൻ ഇതൊന്നുമല്ല. നമുക്ക് ചെയ്യാൻ പറ്റുക കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ചെയ്യുക മാത്രം. ശ്രദ്ധിക്കുക. ഇതെല്ലാം പറഞ്ഞിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, റജിപ്പാസ് ഇവിടെ പ്രവചനം വേണ്ട, ഇവിടെ രോഗശാന്തി വേണ്ട, ഇവിടെ വലിയ ഡെലിവറൻസ് ഒന്നും വേണ്ട. പ്രൈസലോ. റജിപ്പാസ് ആ വചനം ഒന്ന് പ്രസംഗിച്ച് തീർത്താൽ മതി. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കാം, പക്ഷെ ഞാനവിടെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തിൻ്റെ ആത്മാവ്
ശക്തമായി ഹേമിപ്പിച്ചിട്ട് മുൻപിലിരിക്കുന്ന സഹോദരൻ്റെ തലയെ കൈവച്ചിട്ട് പറഞ്ഞു, നിന്റെ സർജറിക്ക് പണം സഭ കണ്ടെത്തിയിട്ടുണ്ട്. നിന്റെ സർജറിക്ക് ബിലീവേഴ്സിൽ കൊടുക്കാൻ പണം ആര് കണ്ടെത്തിയിട്ടുണ്ട്? സഭ കണ്ടിട്ടുണ്ട്. 3.5 ലക്ഷം രൂപ. പക്ഷേ പരിശുദ്ധാൻ പറഞ്ഞു, ഈ പകൽ ഉദരത്തിൻ്റെ കെട്ടഴിച്ച് നിന്നെ വിടിവിക്കാൻ പോവുകയാണ്. എന്നിട്ട് സഭയോട് ഞാൻ പാസ്റ്ററോട് പറഞ്ഞു, ഇവിടെ സർജറിക്ക് മേടിച്ച പൈസ വടക്കേന്ത്യയിൽ കൊടുത്തേക്കണമെന്ന് പറഞ്ഞു. എന്തോ തോന്നിയെന്ന് കാണത്തില്ല ആ സഹോദരിക്ക് എന്നോട്. പ്രൈസലോ സഭക്കാർ. എന്നിട്ട് ഞാൻ അറിഞ്ഞത് ഇങ്ങനെയാണ്. ബിലീവേഴ്സ് ഹോസ്പിറ്റലൊക്കെ ആയിട്ട് സർജറിക്ക് മുമ്പ് വീണ്ടും ഒരു സ്കാൻ ചെയ്യും. സർജറിക്ക് മുമ്പ് സ്കാൻ ചെയ്തപ്പോൾ തന്നെ ആ മുഴ ആ വയറിനകത്തില്ലായിരുന്നു. ഞാനൊരു മുഴ മാറുന്ന വിഷയമല്ല പറഞ്ഞത്, ആ മുഴ ഒരു ക്യാൻസർ ആയിരുന്നു. ദൈവമക്കോട് പറയാം, നമ്മുടെ കർത്താവിൻ്റെ കരം തൊട്ടാൽ ഏതു ബന്ധനങ്ങളും അടിയും. പ്രൈസലോ. നമ്മുടെ ഇടയിൽ ഈ പൊതുവെ നമ്മൾ ഗ്ലാമർ കൂടി പെന്തക്കോസ്തുകാർക്കില്ലേ? നിങ്ങൾക്ക് ഇത്ര ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. തിരുവനന്തപുരത്തുകാർക്ക് അത്രയും വരത്തില്ല. ഞങ്ങളുടെ ഈ കുമ്പനാട് തിരുവല്ലക്കാർക്ക് ഭയങ്കര ഗ്ലാമറാണ്. ഈ എലിമിലൊക്കെ പ്രസംഗിക്കാൻ ചെന്ന IPC ഹെബ്രോണിലൊക്കെ പ്രസംഗിക്കാൻ ചെന്ന ചില വേട് പോലും പറയാൻ ഇപ്പം പാടാണ്. കാരണം ആ വേട് കേട്ടുകഴിഞ്ഞാൽ എല്ലാവരും വേണ്ടായിരുന്നു ആ വേടിങ്ങനെ. നമ്മൾ പറയാറുണ്ട്, ഇന്ന് പകൽ ദൈവം നിൻ്റെ കെട്ടഴിക്കും. നിങ്ങൾ കേട്ടില്ലേ? കെട്ട് അഴിക്കും. നമ്മുടെ ഇടയിൽ നിങ്ങൾക്കൊക്കെ ചിലപ്പോൾ ഇച്ഛിച്ചയായിട്ട് തോന്നും. അല്ലാതെ ഇന്ന് പകൽ ഇവിടെ ബോംബിടുമെന്ന് പറയാൻ പറ്റുമോ? കെട്ടടിക്കും എന്ന് പറഞ്ഞാൽ ബിബ്ലിക്കൽ വേടാ. അവൻ പിശാചിൻ്റെ പ്രവർത്തികളെ അഴിപ്പാനല്ലോ പ്രത്യക്ഷനായത്. ഗ്ലോറി പറഞ്ഞാട്ടെന്ന്. നിന്റെ കെട്ടഴിയുമെന്ന് ആത്മാവിൽ വചനത്തെ ഉറപ്പിച്ചു പറഞ്ഞാൽ നിനക്കെന്താ കുഞ്ഞൊരു ഗ്ലോറി പറയാൻ? നിന്റെ വിദ്യാഭ്യാസവും സമ്പത്തും നിന്റെ ഗ്ലാമറുമൊക്കെ എന്നാ ഉണ്ടായെന്നറിയാന്ന്. പക്ഷെ നിന്റെ കെട്ടഴിഞ്ഞതാ നീ ഇതിനകത്ത് കൈകൊട്ടാൻ കാരണം. നിന്റെ കെട്ടഴിഞ്ഞതാ നീ ഇതിനകത്തിരുന്ന് കൈകൊട്ടാൻ കാരണം. നിന്റെ കെട്ടുകൾ പൊട്ടിയതാ. അങ്ങനെങ്കിൽ ആത്മാവി പറയാ, ഇന്ന് പകൽ നിന്റെ കെട്ട് അഴിയുന്ന പകലാ. നിന്റെ ബന്ധനങ്ങൾ ഇന്ന് പകൽ തകരുന്ന പകലാ. റാബ റേഗൽ ഖനാദിയ റിബലഗഡഗച്ചാദര. ഒരുപക്ഷെ നിങ്ങൾക്കതൊരു വലിയ ബുദ്ധിമുട്ടല്ലായിരിക്കാം. എൻ്റെ ചർച്ചിലൊരു മോളുണ്ട്, അവൾ ഇസ്രായേലിലായിരുന്നു, ഇപ്പോൾ UK അവൾ ഇസ്രായേലിൽ നിൽക്കുന്ന സമയത്താണ് അവിടെ വിവാഹം കഴിഞ്ഞു. 24 വയസ്സിലും കണ്ടാണ് അവൾ വിവാഹം കഴിഞ്ഞത്. വിവാഹം കഴിഞ്ഞൊരു 24 വയസ്സ് വിവാഹം കഴിയുമ്പോൾ 2 വർഷം കഴിഞ്ഞപ്പോൾ മുതൽ അവിടെ ഈ കാലിൽ നിന്നൊരു ബോൺ ഇങ്ങനെ കിളിർത്ത്, ഒരു ബോണ് കാലിൻ്റെ അസ്ഥിയിൽ നിന്നും ഒരു അസ്ഥി വളർച്ച എന്ന് പറയും. ഞാൻ മെഡിക്കൽ ഡോക്ടറല്ല, പ്ലീസ് ഞാൻ അങ്ങനെ പറയുമ്പോൾ നിങ്ങളതങ്ങ് സ്വീകരിക്കണേ. മെഡിക്കൽ കോളേജ് സർജന്മാർ അങ്ങനല്ല പറയുന്ന പാസ്റ്റർ എന്ന് പറഞ്ഞ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളങ്ങ് സ്വീകരിച്ചോണം കേട്ടോ. ശ്രദ്ധിക്ക്, ഞാൻ ഡോക്ടറല്ല, ഞാൻ ഉപദേശിയാണ്. യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നിങ്ങൾ രക്ഷ പ്രാപിക്കുമെന്ന് പ്രസംഗിക്കുന്നൊരു ഉപദേശി. ആമേൻ പറഞ്ഞാട്ടെ. പ്രൈസലോ. അല്ലാതെ ഒന്നും എനിക്ക് പറയാൻ അറിയത്തില്ല, അതുകൊണ്ട് ഉള്ള കാര്യം പറയാം. ശ്രദ്ധിക്കുക, ഒരു ബോൺ ഇങ്ങനെ അവിടെ കാലിൻ്റെ പുറകെ ബോണ്. 2 വർഷം കഴിഞ്ഞ ഉള്ള കല്യാണം. പ്രൈസലോ. അതും ഞങ്ങളുടെ ചർച്ചിൽ തന്നെ നല്ല വളരെ റെഗുലറായിട്ട് കർത്താവിനെ സേവിക്കുന്നൊരു കുടുംബത്തിലെ ഒരു ആൻറ്റിയൊക്കെയാണ്, കുടുംബമാണ്. അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടിക്ക് ഈ പ്രശ്നം വന്നത് ഭർത്താവിനോട് പോലും പറയാനൊരു മടി. കാരണം ഇങ്ങനെ അസ്ഥി വളരുക എന്ന് പറയുന്നത് അതിനകത്ത് 2 കാരണം. ഒന്ന് ക്യാൻസർ, ബോൺ ക്യാൻസർ ആവാൻ സാധ്യത ഉണ്ട്, അതുകൊണ്ടാണ് അസ്ഥി വളരാൻ. ഞാൻ ക്യാൻസർ പരിശോധിക്കുന്ന ഡോക്ടറല്ല, ഞാൻ പറയുന്നത് കേട്ടതാണ്. ശ്രദ്ധിക്ക്, സാധ്യത ഉണ്ടാകാൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവൾക്ക് ഭയങ്കര ടെൻഷനായി. കല്യാണം കഴിഞ്ഞിട്ട് 2 വർഷമേ ഉള്ളൂ. 24 വയസ്സ് കല്യാണം കഴിഞ്ഞു, ഇപ്പോൾ 26 വയസ്സായതേ ഉള്ളൂ. ഇനി നല്ലൊരു ഭാവി ആ ഭർത്താവിനോട് ജീവിക്കേണ്ട. ഇവൾ ആകെ ടെൻഷനിലായി. ഇവൾ ഇസ്രായേലിൽ ജോലി ചെയ്യാണ്. ജോലി ചെയ്യുന്ന സമയത്ത് ഇവിടെ അസ്ഥി വളർന്നു വരികയാണ്. അത് ഫോട്ടോ എടുത്ത് സ്വന്തം മമ്മിക്ക് അയച്ചു കൊടുത്ത മമ്മി കാര്യം സീരിയസ് ആണ്. കാരണം അതല്ല വിഷയം. അവിടെ കുടുംബത്തിൽ അപ്പൻ്റെ അപ്പം മുതൽ എല്ലാവരും ക്യാൻസർ പേഷ്യൻ്റായി മരിച്ചുപോയതാ. അപ്പനും ക്യാൻസറായിട്ടാണ് മരിക്കുന്നത്. അടുത്ത ഊഴം ഒരുപക്ഷെ ഇവക്കായിരിക്കാം. ഇവളും ഉറപ്പിച്ചു ഇവക്ക് ക്യാൻസർ ആയിരിക്കും. അസ്ഥി വളരുന്നു. ഇതെന്താണെന്നറിയത്തില്ല. ഇക്കുളം ചർച്ചിൽ മീറ്റിംഗ് നടക്കുക. ആ മീറ്റിംഗ് ദൈവാത്മാവിൻ്റെ നിയോഗത്തോട് പറഞ്ഞു, അസ്ഥി വളരുന്ന രോഗവുമായി ബന്ധപ്പെട്ട് കർത്താവ് ചിലതിനെ ഹീലാക്കാൻ പോകുകയാണ്. നൈറ്റ്
ഡ്യൂട്ടി ആയിരുന്നു. ഡേയിൽ അവള് റൂമിൽ വന്നിരിക്കുന്ന സമയത്താണ് ചർച്ചിൽ മീറ്റിംഗ് നടക്കുന്നത്. മീറ്റിംഗ് ലൈവ് കണ്ടുകൊണ്ടിരിക്കുക. അവൾ പെട്ടെന്ന് അവിടെ ഹൃദയത്തിൽ പറഞ്ഞു, ഇത് എന്നോടാണ് പരിശുദ്ധാത്മാവ് സംസാരിച്ചെന്ന് പറഞ്ഞിട്ട് അവൾ കാലെടുത്ത് കസാരയിലേക്ക് വെച്ചിട്ട് അസ്ഥിയിലേക്ക് പിടിച്ചൊരു ഒറ്റ പ്രാർത്ഥന. ആമേൻ പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. കൈയെടുത്ത് കഴിഞ്ഞപ്പോൾ ആ അസ്ഥി വളർന്നതില്ല. അവൾ ഫോട്ടോ എടുത്ത് നോക്കി മൊബൈലിനകത്ത്, നല്ല ഐഫോണിനകത്ത് നല്ല ക്ലാരിറ്റിയിലെടുത്ത ഫോട്ടോയാ. ആ ഫോട്ടോയ്ക്കകത്തുണ്ട് അസ്ഥി വളർന്നത്. അവൾ വീണ്ടും ആ ഭാഗത്തൊരു ഫോട്ടോ എടുത്ത് രണ്ടും കൂടെ നോക്കിയിട്ട് അയ്യോ, ഒരു ഭാഗത്ത് അസ്ഥി വളർന്നതും ഒരു ഭാഗത്ത് അസ്ഥിയുടെ രോഗം മാറിയതും. പിടികിട്ടുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം. കുഞ്ഞെ, നിനക്കത് പ്രശ്നമല്ല. രോഗങ്ങൾ നിമിത്തം ജീവിതത്തിൻ്റെ അകത്ത് വഴിമുട്ടിയ നൂറുകണക്കിന് പേരെ എനിക്കറിയാം. പക്ഷെ ഞാൻ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തുവിന് ഇന്ന് പകൽ നിന്നെ സൗഖ്യമാക്കാൻ, നിന്നെ ഹീലാക്കാൻ, നിന്നെ കെട്ടഴിപ്പാൻ അതേത് രോഗമാകട്ടെ, അതേത് ബന്ധനമാകട്ടെ, ഏത് വലിയ പിശാച് നിന്റെ മേലിട്ടതാകട്ടെ, അതിനെ അഴിപ്പാ. ഞാൻ സ്പഷ്ടമായി കാണുന്നു ഇതിനകത്തിന്റെ കർത്താവിന്റെ അടിപ്പിണർ ഇറങ്ങി നിൽക്കുന്നത്. ഞാൻ സ്പഷ്ടമായി കാണുന്നു ഇതിനകത്തിന്റെ ദൈവത്തിന്റെ കരമിറങ്ങി നിൽക്കുന്നത്. ഈ പകലൊന്ന് ഏറ്റെടുത്ത് ദൈവത്തെ ആരാധിക്ക്. കർത്താവിന്റെ കരം ഇതിനകത്ത് ചലിക്കുകയാ. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, സ്വർഗത്തിലെ ദൈവം ആസൂത്രണം ചെയ്ത ചില വിടുതലുണ്ട്. ദൈവത്തിന്റെ കരം ഇതിനകത്ത് ഇറങ്ങിയിട്ടുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് ഇതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങളുടെ അടുക്കലേക്ക് ഇറങ്ങി വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, അത് കുഴപ്പമില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നെ തൊടുകയാ. ഒരു കൂട് തുറന്ന് പ്രാവ് ഇങ്ങനെ കൂട്ടത്തോടെ പറന്നിറങ്ങുന്നത് പോലെ ദൈവത്തിന്റെ കരവും ആത്മാവിന്റെ വ്യാപാരവും ദൈവശക്തിയുടെ വ്യാപാരവും. യെസ്, ജീസസ്. റമനഗടഗസിയാം ധരാ ജഗൽക്കന അതരാ രഗനഗടഗച്ഛാദര റബേ രഗൽ കനാദിയ രഗനഗടഗച്ഛാദര റബേ രഗൽ ഹദൂരവാനഹൽക്കന. വിശ്വസിക്ക്, സ്വർഗത്തിലെ ദൈവം നമുക്ക് അന്നേരം ആസൂത്രണം ചെയ്യുന്ന ദൈവമാണ്. അതിനർത്ഥം വിടുതലുകൾ നമ്മൾ അതിനെ നിസ്സാരമായി കാണരുത്. പക്ഷേ ഒരു വിടുതൽ യോഗം മാത്രമല്ല നമ്മുടെ നടുവിൽ നടക്കുന്നത്. ആത്മീയ വർധനവുണ്ടാകും. കൃപാവരത്തിൻ്റെ പ്രകാശനങ്ങൾ ഉണ്ടാകും, കൃപാവരത്തിൻ്റെ ജ്വലനങ്ങൾ ഉണ്ടാകും, ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഇതിനകത്ത് നടക്കും. കാരണം ആസൂത്രണം ചെയ്യുന്ന ദൈവമാണ്. വിശ്വസിക്കുന്നുണ്ട്. ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. ദൈവസഭയെ ദേശത്തിന്റെ നടുവിൽ മൂർച്ചയുള്ള ഒരു ആയുധം പോലെ നിർത്തത്തക്ക നിലയിൽ ഈ യോഗത്തെ ദൈവം ആസൂത്രണം ചെയ്തതാണെന്ന് ഞാൻ ആത്മാവിൽ പറഞ്ഞാൽ എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. അതിൻ്റെ അർത്ഥം ഞാൻ രോഗശാന്തിയുമായി നടക്കുന്ന ഒരാളാണെന്നല്ല പറഞ്ഞത്. ആസൂത്രണം ചെയ്യുന്ന ദൈവമായതുകൊണ്ട് ഇതിനകത്ത് വിടുതൽ നിശ്ചയമാണ്. പ്രൈസ് ഗോഡ്. കർത്താവ് ഇതിനകത്ത് പ്രവർത്തിക്കും. ശ്രദ്ധിക്കുക, നേരെ വിടുതലുകളെല്ലാം ആസൂത്രണം ചെയ്യുന്ന ആരാണ്? ദൈവമാണ്. അതിനകത്ത് പറഞ്ഞല്ലോ, അതിനകത്തൊരു വ്യക്തിയുണ്ട്. അതിനകത്തൊരു വ്യക്തിയെ ദൈവം കണ്ടിട്ടുണ്ട്. എന്തിനു പറയുന്നു? എം.എ. വർഗീസ് പാസ്റ്ററിൻ്റെ സാറിൻ്റെ സ്തോത്രം പോലുമുണ്ട് നിങ്ങളുടെ വിടുതലിനകത്ത്. ആമേൻ പറഞ്ഞാട്ടെ. പിന്നെ ഞങ്ങൾ എത്ര നാളായി പുള്ളിയുടെ സ്തോത്രം കേൾക്കുന്നു, എന്നിട്ട് ഒരു വിടുതലില്ലല്ലോ. കുഞ്ഞ്, നിന്റെ കെട്ടഴിയുന്നതും നിന്റെ വീട്ടിനകത്ത് പിശാച് കയറാത്തതും അഭിഷക്തന്മാരുടെ സ്തോത്രം അതിനകത്തുണ്ട്.
ശൗലേ സഹോദര നീ സൗഖ്യമാക എന്ന് പറഞ്ഞ് അവന്റെ മേൽ കൈവച്ചതാരാ? അനന്യാസ. കാരണം ഇത് ആസൂത്രണം ചെയ്തത് ദൈവമാണ്. അന്നേരം ഒരു കൈവപ്പുണ്ടെന്ന്, ഒരു സ്തോത്രമുണ്ടെന്ന്, അനന്യാസിനെ പോലൊരു സാധാരണക്കാരനുണ്ടെന്ന്, ഒരു പ്രവാചകനുണ്ടെന്ന്, പ്രൈസലോ നിങ്ങൾ കേട്ടെ, ഒരു ദൂതനുണ്ടെന്ന്. അന്നേരം വിടുതലുകൾ എപ്പോഴും ആസൂത്രണം ചെയ്യുന്നത് ദൈവമാണ്. മാനവകുലത്തിൻ്റെ രക്ഷയ്ക്കായിട്ടുള്ള ദൈവീയമായ പദ്ധതി അത് ആസൂത്രണം ചെയ്ത ദൈവമാണ്. അതുകൊണ്ടാണ് അതിനകത്ത് യോസേപ്പിന് വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്ന മറിയ ഉൾപ്പെട്ടത്. അതുകൊണ്ടാണ് അതിനകത്ത് പ്രൈസലോ അല്ലെങ്കിൽ ബേഥലഹേമിൽ യേശുക്രിസ്തു ജനിക്കുമെന്ന പ്രവചനം നിവർത്തിയാകേണ്ടതിന് അവിടേക്ക് പോയത്. ആര്? മറിയയും യോസെഫും പോയത്. പറഞ്ഞ് മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. നസ്രേൻ എന്ന പേര് വരണം ആസൂത്രണം ചെയ്ത ദൈവമാണ്. അതുകൊണ്ടാണ് യോസെഫ് തച്ചപ്പണിയും ചെയ്ത് നസ്രത്തിൽ പാർത്തത്. ആമേൻ പറഞ്ഞാട്ടെ. കമ്പോള മൂല്യമൊന്നുമില്ല നസ്രേത്തിന്. പക്ഷേ യേശുവിന് നസ്രേത്തുകാരൻ എന്ന പേര് വരണമെങ്കിൽ യോസെഫ് നസ്രത്തിൽ പാർക്കേണ്ടത് ആവശ്യമാണ്. ആമേൻ പറഞ്ഞാട്ടെ. അതിന്റെ അർത്ഥം നിനക്ക് ചില പേര് വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നിനക്ക് ചില പേര് വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഇതുവരെ ആർക്കുമില്ലാത്ത, ഇതുവരെ ആരും കേട്ടിട്ടില്ലാത്ത, ഇതുവരെ ആരും അനുഭവിച്ചിട്ടില്ലാത്ത ചില ആത്മീയമായ അനുഗ്രഹത്തിൽ പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നിങ്ങളത് ആലോചിച്ച് നോക്കി. ഒരു തച്ചപ്പണിക്കാരൻ നസ്രേത്ത് എന്ന് പറഞ്ഞൊരു പട്ടണത്തിൽ പോയി, അല്ലെങ്കിൽ നസ്രേത്ത് എന്ന് പറഞ്ഞ ഒരു പട്ടണമെന്നൊക്കെ പറയാൻ ആ കാലഘട്ടത്തിൽ നസ്രേത്തിനില്ല. നസ്രേത്തിന് വല്ല നന്മ വരുമോ എന്നുള്ള ചോദ്യം പോലും കിടപ്പുണ്ട്. അതിനർത്ഥം എന്താ? നസ്രേത്ത് വലിയ ഗുണമുള്ള സ്ഥലമല്ല, പക്ഷേ ആസൂത്രണം ചെയ്ത ദൈവമാണ്. ആമേൻ പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇനി ഇവിടെ എത്ര കാലം ജീവിച്ചാലും, ഇനി എന്തൊക്കെ ചെയ്താലും, ഇനി തലകുത്തി നിന്നാൽ ഞങ്ങളിൽ നിന്നൊരു നന്മ കിട്ടാൻ സാധ്യതയില്ല. ഒരു ചിന്ത നിന്റെ അകത്തുണ്ടാകാം, പക്ഷേ ആസൂത്രണം ചെയ്ത ദൈവത്തിന് നിന്റെ വീടിനകത്തുനിന്ന് നന്മ പുറത്തു കൊണ്ടുവരാൻ കഴിയുമെന്ന്. അതുകൊണ്ട് പ്രവാചകനായിരിക്കുന്ന എലീശ പറഞ്ഞത്, നിങ്ങൾ കാറ്റ് കാണില്ല കേട്ടോ, നിങ്ങൾ മഴ കാണില്ല കേട്ടോ, പക്ഷെ നിങ്ങൾ താഴ്വരെ കുത്തുന്ന കുഴികളെ നിറയ്ക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയൂ. നിങ്ങൾ കാറ്റ് കാണില്ല, പക്ഷെ കമോൺ, ദൈവത്തിന് നിന്റെ കുഴികളെ നിറപ്പാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ദൈവാത്മാവ് ഇങ്ങനെ പ്രവചിക്കുന്നു. ഇന്ന് നിന്റെ വീട്ടിൽ ഒന്നും കാണാനില്ല, ഇന്ന് നിന്റെ വീട്ടിൽ ഒന്നും അനുഭവിക്കാനില്ല, ഇന്ന് പറയത്തക്കവണ്ണോ ഒരു ഉയർച്ചയുമില്ല. പക്ഷേ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിച്ചു തുടങ്ങിയെന്ന് സ്വർഗത്തിന്റെ കരം നിനക്ക് വേണ്ടി. ഓ റീബാല ബാബാബ രമനഗടഗച്ഛാദര അന്നേരം ആസൂത്രണം ചെയ്ത ആരാ? ദൈവമാ. അന്നേരം ഒരു മാനസാന്തരമാകട്ടെ, ഒരാളുടെ വിടുതലുകളാകട്ടെ. എന്തിനു പറഞ്ഞു? ഇസ്രായേലിൻ്റെ രണ്ടാമത്തെ രാജാവായിരിക്കുന്ന, ഒന്നാമത്തെ രാജാവാകുന്ന ശൗലാകട്ടെ, രണ്ടാമത്തെ രാജാവാകുന്ന ദാവീദാകട്ടെ, ഇവരുടെയൊക്കെ അഭിഷേകവും രാജസ്ഥാനവും പദവിയും ഒക്കെ ആസൂത്രണം ചെയ്ത ദൈവമാണ്. കമോൺ, പ്രൈസ് ദി ലോർഡ്. അത് ആസൂത്രണം ചെയ്ത ആരാ? ദൈവമാ. ആമേൻ പറഞ്ഞാട്ടെ. എടാ, നിന്റെ പേര് നോട്ടീസിൽ വന്നില്ലെന്ന് പറഞ്ഞ് എന്നാത്തിനാ കിടന്ന് കരയുന്നേ? ആസൂത്രണം ചെയ്യുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിന്റെ തലമുറ ഇതുവരെ വേണ്ട നന്മ പ്രാപിച്ചില്ലെന്ന് പറഞ്ഞ് നെഞ്ചത്തടിക്കാൻ സമയമായില്ല. കാരണം ആസൂത്രണം ചെയ്ത ദൈവമാണ്. അന്നേരം ആസൂത്രണം ചെയ്യുന്നതിനകത്ത് ഒരു വ്യക്തിയുണ്ട്. അതുകൊണ്ടാണ് ഈ ശൗലിൻ്റെ മാനസാന്തരം ആസൂത്രണം ചെയ്ത ദൈവമായതുകൊണ്ട് സാധാരണക്കാരിൽ സാധാരണക്കാരനായിരിക്കുന്ന ഒരു സുവിശേഷകനായിരിക്കുന്ന അനന്യാസ് അതിൽ ഉൾപ്പെട്ടത്. ആമേൻ പറഞ്ഞാട്ടെ. അത് യെരുശലേമിൽ പത്രോസിൻ്റെ ഓർഡർ അല്ലായിരുന്നു, അത് യെരുശലേമിൽ യാക്കോബിൻ്റെ ഓർഡർ അല്ലായിരുന്നു, അത് യെരുശലേമിൽ നിന്നും യോഹന്നാന്റെ ഓർഡർ അല്ലായിരുന്നു, അത് സ്വർഗത്തിൽ നിന്നും ദൈവത്തിൻ്റെ ഓർഡർ ആയിരുന്നു. നീ അവൻ്റെ മേൽ കൈവെക്കണോ?
നീ അവനോട് പ്രവചിക്കണോ, നീ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണോ, നീ ആ കുടുംബത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കണോ. പ്രൈസ് ദി ലോർഡ്. ദൈവം ആ കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് ആസൂത്രണം ചെയ്തത്. ശ്രദ്ധിക്കുക. അതുകൊണ്ടാണ് ശൗലിൻ്റെ മാനസാന്തരത്തിനകത്ത് പ്രൈസ് ദൈവം അനന്യാസിനെ കണ്ടത്. അടുത്ത നിങ്ങൾ കേട്ടെ, ഒരു വിടുതലുകൾ അല്ലെങ്കിൽ ഒരു പ്രവചനങ്ങൾ അത് ആസൂത്രണം ചെയ്ത ദൈവമാണ്. അത് നിവർത്തിക്കാൻ ദൈവത്തിന് കഴിയും. യോസേപ്പിൻ്റെ വിടുതലുകൾ ആസൂത്രണം ചെയ്ത ദൈവമാണ്. അതിൻ്റെ അർത്ഥം തൻ്റെ സഹോദരന്മാർ ഇവൻ്റെ സ്വപ്നം എന്തായി തീരുമെന്ന് കാണേണ്ടതിന് പ്രൈസലോ നമുക്ക് നോക്കാം ഇവൻ്റെ സ്വപ്നം എന്തായി തീരും. പ്രൈസലോ എന്ന് പറഞ്ഞിട്ടല്ലേ അവനെ പൊട്ടക്കുഴിയിലേക്ക് വലിച്ചെറിയുന്നത്? ഇല്ലേ? പ്രൈസലോ ഒരു ദയവും അവനോട് കാണിച്ചോ? ഇല്ല. വീഴ്ചയിൽ പറ്റാവുന്ന മുറിവുകളെല്ലാം യോസേപ്പിന് പറ്റിയിട്ടുണ്ട്. കമോൺ, എൻ്റെ കൂടെ പറഞ്ഞേ. അല്ല എന്നുള്ള വേർഷ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളത് മനസ്സിൽ വെച്ചോ, എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ പറയാം, വീഴ്ചയിൽ വരുന്ന സകല മുറിവും അവിടെ യോസേപ്പിന് വന്നിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ നോക്കിയേ, വീണത് സഹോദരന്മാർ ദേഷ്യപ്പെട്ടിട്ടാണ്. വീഴ്ത്തിയത് അല്ലെങ്കിൽ ആ കുഴിയിലേക്ക് വലിച്ചെറിഞ്ഞത് സഹോദരന്മാർക്ക് അവനോടുള്ള അമർഷം കൊണ്ടാണ്. പക്ഷേ അവിടെ നിന്ന് കയറ്റിയത് സ്വർഗത്തിൻ്റെ ആസൂത്രണമായിരുന്നു. അമ്മേ പറഞ്ഞാട്ടെ. അതിൻ്റെ അർത്ഥം ആ കുഴിയിൽ നിന്നും, ആ പൊട്ടക്കുഴിയിൽ നിന്നും യോസേപ്പിനെ വലിച്ചെടുത്ത സമയത്ത് നെഞ്ചും കൈയും കാലും ഒരഞ്ഞ് കയറിയെന്നല്ല, അവൻ്റെ ദേഹത്ത് ഒരു മുറിവ് പോലും വരാതെ, ഒരു പോറൽ പോലും വരാതെ ആ കുഴിക്കകത്തുനിന്ന് തന്റെ സഹോദരന്മാർ അവരെ സേവ് ചെയ്തെങ്കിൽ, മനസ്സിലാകുന്നവര് ഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് പകൽ ആർപ്പോടെ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഒരു മുറിവ് പോലും ഏൽക്കാതെയാണ് യോസേപ്പിനെ ആ കുഴിക്കകത്തുനിന്ന് സഹോദരന്മാർ വലിച്ചു കയറ്റിയത്. എന്തുകൊണ്ടാ? ആ വിടുതൽ ആസൂത്രണം ചെയ്ത ദൈവമാണ്. മിസ്രൈമിലുള്ള സാമ്പ്രാണി കച്ചവടക്കാർക്ക് അല്ലെങ്കിൽ മിസ്രൈമിലെ കച്ചവടക്കാർക്ക് യോസേപ്പിനെ വിറ്റ് കളഞ്ഞ ചരിത്രമുണ്ട്. പക്ഷെ വിറ്റ് കളഞ്ഞ ചരിത്രം അതിനകത്തുള്ളപ്പോൾ തന്നെ പൊത്തിപ്പോർ വാങ്ങി എന്നൊരു ചരിത്രം കൂടിയുണ്ട്. കാരണം ആസൂത്രണം ചെയ്ത ദൈവമാണ്. ആമേൻ പറഞ്ഞാട്ടെ. കാരാഗ്രഹത്തിൽ ചെയ്യാത്ത കുറ്റത്തിനകത്ത് വന്ന് എന്നൊരു ചരിത്രം യോസേപ്പിനെ കുറിച്ചുണ്ട്. നിങ്ങൾക്കറിയാമോ? പ്രൈസലോ, മനുഷ്യാവകാശ കമ്മീഷൻ ഇല്ലാത്ത പുരാതന മനുഷ്യന് ദയയില്ലാതെ ലഭിക്കാത്ത കാലത്താണ് യോസേപ്പ് കാരാഗ്രഹത്തിൽ പോയത്. അല്ലേ? മനുഷ്യാവകാശ കമ്മീഷനുള്ള കാലത്ത് ഈ കളി. പ്രൈസലോ, അതില്ലാത്ത പുരാതന കാലത്തെ മനുഷ്യനെ കുറിച്ചുള്ള ചിന്ത നിങ്ങൾ നോക്കി. എൻ്റെ കൂടെ പറഞ്ഞേ. പ്രൈസലോ, മോശ എഴുതിയത് കൊണ്ടും 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്നത് കൊണ്ടും നിങ്ങൾ അങ്ങനെ വായിച്ചങ്ങ് തള്ളിവിടല്ലേ. പുരാതന ലോകത്തിലെ കാരാഗ്രഹങ്ങളും കുണ്ടറകളും അതിനകത്തുള്ള ശിക്ഷകളും നിങ്ങൾക്കറിയാമല്ലോ. യോസേപ്പ് കിടന്ന കാരാഗ്രഹം നിങ്ങൾ നോക്ക്. അതിനകത്ത് യോസേപ്പ് കിടക്കുമ്പോൾ തൻ്റെ കയ്യിൽ കെട്ടിയ അല്ലെങ്കിൽ കയ്യിൽ ധരിപ്പിച്ച ചങ്ങലയെക്കുറിച്ച് ഒരു വേദപണ്ഡിതൻ ഇങ്ങനെയാണ് പറഞ്ഞത്. 2 ആൾ ഭാരമുള്ള യോസേപ്പിൻ്റെ 80 കിലോ വെയിറ്റ് ആണെങ്കിൽ 160 കിലോ ഭാരമുള്ള ചങ്ങലയാ അവരെ കയ്യിലിടുന്നത്. പക്ഷെ 2 വർഷത്തിന് ശേഷം രാജാവ് യോസേപ്പിനെ വിളിപ്പിക്കുകയാ. അവനെ വിളിപ്പിക്കുകയും അവനെ കൊണ്ടുവാ. യോസേപ്പിനെ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞപ്പോൾ യോസേപ്പിനെ കാരാഗ്രഹത്തിൽ നിന്ന് കൊണ്ടുവരാൻ വേണ്ടി കാരാഗ്രഹ പ്രമാണിയാണ് പോകുന്നത്. കമോൺ, അല്ലേ? ആണ്, കാരാഗ്രഹ പ്രമാണിയാണ് പോകുന്നത്. നമുക്കറിയാം, കാരാഗ്രഹമൊക്കെ തുറക്കുമ്പോൾ അതിൻ്റെ വാതിലുകളൊക്കെ തുറക്കുമ്പോൾ അതിന് വിജാഗിരിക്കൊരു ശബ്ദമുണ്ട്, അല്ലേ? അടയ്ക്കാതെ കിടക്കുന്നൊരു അല്ലെങ്കിൽ തുറക്കാതെയും അടയ്ക്കാതെയും ഒക്കെ കിടക്കുന്നൊരു ഡോറ് പെട്ടെന്ന് തുറക്കുമ്പോൾ ഒരു വിജാഗിരിയുടെ ശബ്ദമില്ലേ? ഒരുപാട് നാൾ ഉപയോഗിക്കാതെ കിടന്നൊരു കിണറിൻ്റെ കപ്പിയിൽ കയറിട്ട് വെള്ളം കോരിയെടുക്കുമ്പോൾ ഒരു വല്ലാത്ത കിരികിരിപ്പ്. കപ്പിയോ? അതെന്നാ പാസ്റ്റേ, ആ നോട്ടമൊക്കെ കണ്ടിട്ട്. കയറോ? അതെവിടെ കിട്ടും പാസ്റ്റേന്ന്? ശ്രദ്ധിക്ക്. അങ്ങനെ ആ കിരികിരിപ്പുണ്ടല്ലോ, അതുണ്ടാകും. പക്ഷെ നിങ്ങൾ കേട്ടെ, രാജാവാണ് യോസേപ്പിനെ വിളിപ്പിക്കുന്നത്. കാരാഗ്രഹത്തിൻ്റെ വാത തുറക്കുമ്പോൾ ഒരു ശബ്ദവും ഉണ്ടായില്ല. കാരണം എന്താ? ഇത് ആസൂത്രണം ചെയ്ത ദൈവമാണ്. മനസ്സിലാകുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഇത് ആസൂത്രണം ചെയ്ത ദൈവമാണ്. ഒരു ശബ്ദവും കേട്ടില്ല. കാരണം എന്താ? ഇവനെ വിളിപ്പിക്കുന്നത് രാജാവാ. പ്രൈസ് ദി ലോർഡ്.
ആ കാരാഗ്രഹം തുറന്നപ്പോൾ ഒരു ശബ്ദവും കേട്ടില്ല. കാരണം എന്താ? വിളിപ്പിക്കുന്ന രാജാവാ. ഇവന്റെ കയ്യിലേക്ക് ചങ്ങലയിടുന്ന കാലത്ത് ഒരുപാട് മുറിവുകൾ വന്നു. പക്ഷെ യോസേപ്പിനോട് ചോദിക്ക്, നിന്റെ ചങ്ങലകൾ അഴിച്ച സമയത്ത് മുറിവുകൾ എന്തെങ്കിലും വന്നോ? ഇല്ല. കാരണം എന്താ? എന്റെ ചങ്ങല അഴിച്ചത് രാജാവ് വിളിപ്പിച്ചത് കൊണ്ടാ. കാരണം എന്റെ വിടുതലുകളെ ആസൂത്രണം ചെയ്ത ദൈവമായതുകൊണ്ടാ. ശ്രദ്ധിക്കുക, യേശുവിന് പറയാൻ ഇത് മാത്രമേ ഉള്ളൂ. എന്താ? ഞാൻ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കും. അല്ല, നിങ്ങൾ ഈ മന്ദിരം പൊളിപ്പീൻ, ഞാൻ അതിനെ 3 ദിവസം കൊണ്ട് പണിയും. ഒത്തിരി കാര്യം പറയാനുണ്ട് ആ ഭാഗത്ത് നിന്ന്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പുനരുത്ഥാനത്തിന്റെ ശക്തിയോടാണ് ഉയർത്തെഴുന്നേറ്റത്. അരിമത്തിലെ യോസേപ്പിന്റെ കല്ലറയിലാണ് യേശുവിനെ അടക്കം ചെയ്തത്. ഒരു വലിയ കല്ലാണ് ആ കല്ലറയ്ക്ക് ഉരുട്ടി വെച്ച് അതിനെ അടച്ചത്, ഇല്ലേ? ഒരു വലിയ കല്ലാണ് ഉരുട്ടി വെച്ച് ആ കല്ലറ അടച്ചത്. മനസ്സിലാകണം? ഒരു വലിയ കല്ല്. ആ കല്ല് അടഞ്ഞിരിക്കുമ്പോൾ തന്നെ ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിന് പുറത്തു വരാൻ കഴിയത്തില്ല എന്നുണ്ടോ? ഇല്ല. കാരണം യേശു ഉയർത്തത് പുനരുത്ഥാനത്തിന്റെ ശക്തിയോടാ, തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടാ. തെളിയിക്കാം. വചനം പറയുന്നുണ്ട്, അടച്ചിട്ട മുറിയിൽ യേശു പ്രത്യക്ഷനായിട്ട് നിങ്ങൾക്ക് സമാധാനം. അതിൻ്റെ അർത്ഥം പ്രൈസലോ, വാതയ്ക്ക് നിന്ന് മുട്ടിയ പത്രോസിന് പോലും വാത തുറന്നു കൊടുത്തത് കൊണ്ടാണ് അവൻ അകത്ത് കയറിയത്. പക്ഷേ യേശുവിന് ഒരു വാതിലും തുറന്നു കൊടുക്കേണ്ട വന്നില്ല. അടച്ചിട്ട മുറിയിൽ അവൻ പ്രത്യക്ഷനായെന്ന് മനസ്സിലാകുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം. അതിനർത്ഥം അവൻ തേജസ്കരിക്കപ്പെട്ട ശരീരമാ. പക്ഷേ യേശുവിനാകട്ടെ വചനമാകട്ടെ ഒന്നേ പറയാനുള്ളൂ, എൻ്റെ വിടുതലുകൾ അല്ലെങ്കിൽ ഈ ഉയർപ്പ് ആസൂത്രണം ചെയ്തത് മഹാദൈവമാണ്. അതിൻ്റെ അർത്ഥം എന്താ? 3-ാം ദിവസം രാവിലെ ദൈവം എനിക്ക് വേണ്ടി തൻ്റെ ദൂതന്മാരെ ഭൂമിയിലേക്ക് അയക്കും. അവർ വന്നിട്ട് ഈ കല്ലറയുടെ വലിയ കല്ലുകൾ ഉരുട്ടി മാറ്റും. പ്രൈസലോ, പുനരുത്ഥാനത്തിന്റെ ശക്തിയുടെ ദൈവത്തിന്റെ ആത്മാവിനാൽ അളവറ്റ ദൈവശക്തിയാൽ ഞാൻ ഉയർത്തെഴുന്നേറ്റ് പുറത്തു വരുമെന്ന്. കാരണം ആസൂത്രകനായിരിക്കുന്ന ദൈവമാണ്. പിടികിട്ടുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ അർത്ഥം എന്താ? നിന്റെ വിടുതലിനകത്ത് ഒരു ദൂതന്റെ സാന്നിധ്യമുണ്ട്. നിന്റെ വിടുതലിനകത്ത് ഒരു ദൂതന്റെ സാന്നിധ്യമുണ്ട്. നീ അറിയാത്തൊരു ദൂതന്റെ സാന്നിധ്യമുണ്ട്. ദൈവത്താൽ അയക്കപ്പെട്ട ദൈവത്തിന്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരുള്ള ദൂതന്മാരുടെ ദൂതന്മാരുടെ സാന്നിധ്യം. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ അർത്ഥം ആസൂത്രണം ചെയ്തത് ആരാ? ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. കണ്ണടച്ച് കാര്യം ഇരുട്ടാക്കാൻ നമുക്ക് പറ്റത്തില്ല. അതിൻ്റെ വാസ്തവം അതാണ്. ദൈവമാണ് കാര്യങ്ങൾ ആസൂത്രണം ചെയ്തത്. 3-ാം ദിവസം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റു. വചനം പറയുന്നു, മരണത്തിനോ അവനെ പിടിച്ചു വെക്കാൻ അസാധ്യമായിരുന്നു. മരണത്തിനോ അവനെ പിടിച്ചു വെക്കാൻ കഴിഞ്ഞില്ല. അതാണ് റൈറ്റ് വേർഡാണ്. കഴിഞ്ഞില്ല. മരണത്തിനോ അവനെ പിടിച്ചു വെക്കാൻ കഴിഞ്ഞില്ല. ആസൂത്രണം ചെയ്ത ദൈവം പറയുന്നു, ഈ ലോകത്തിലൊരു ദുഷ്ടശക്തിക്കും നിന്നെ പിടിച്ചു വെക്കാൻ കഴിയത്തില്ല. ഈ ലോകത്തിലൊരു ദുഷ്ടശക്തിക്കും നിന്റെ വായ്ത്തത്തെ തടയാൻ കഴിയത്തില്ല. ആസൂത്രണം ചെയ്ത ദൈവം പറയുന്നു, നിന്റെ വിടുതലുകളെ ഞാൻ കുറിച്ചു കഴിഞ്ഞതാണ്. നിന്റെ വായ്ത്തങ്ങളെ ഞാൻ കുറിച്ചു കഴിഞ്ഞതാണ്. നിന്റെ നന്മയെ ഞാൻ കുറിച്ചു കഴിഞ്ഞതാണ്. ദൈവത്തിന്റെ ആത്മാവിനോട് പ്രവചിച്ചു പറയാൻ പറയുന്നു, ആത്മീയമായി ഞെരുങ്ങുന്ന ചിലതിനെ ഈ മീറ്റിംഗിനകത്ത് എന്റെ ദൈവം ഇന്ന് പകൽ സ്വതന്ത്രമാക്കുകയാ. സർവശക്തനായ ദൈവം ആസൂത്രണം ചെയ്ത ആ വിടുതലിലേക്ക്, ദൈവം ആസൂത്രണം ചെയ്ത ആ ദൗത്യത്തിലേക്ക് ആ കരങ്ങളടിച്ച ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. നമ്മുടെ കർത്താവിൻ്റെ കരം ഇതിനകത്ത് ചലിക്കുന്നത് ആത്മാവിൽ തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്.
ആസൂത്രണം ചെയ്യുന്നത് ദൈവമാണ്. ഒരു മനുഷ്യനുമല്ല നിന്റെ ഭാവിയെക്കുറിച്ച്, ഒരു മനുഷ്യനുമല്ല നിന്റെ നാളെയെക്കുറിച്ച്, ഒരു മനുഷ്യനുമല്ല നിന്റെ നാളെക്കുറിച്ച് പ്ലാൻ ചെയ്യുന്നത്. ആ പ്ലാൻ ചെയ്യുന്നത് കർത്താവായ ദൈവമാണ്. നീ എന്താകണം, എവിടെ ചെല്ലണം, നീ എവിടെ എത്തണം എന്നോർത്ത് നീ വല്ലാതെ വിചാരപ്പെടുന്നിടത്ത് ഇന്ന് പകൽ ദൈവത്തിൻ്റെ ആത്മാവ് അസന്നക്തമായി പറയുന്നു, നിന്റെ ഭാവിയെക്കുറിച്ച് അവൻ ആസൂത്രണം ചെയ്യുന്നുണ്ട്. ദൂതകൾക്ക് നിവർത്തിയുണ്ട്. പ്രവാചകന്റെ പ്രവചന ശബ്ദം നിന്നെക്കുറിച്ചുള്ള ദൈവീയ പദ്ധതിയുടെ നിറവേറ്റിലേക്ക് കൊണ്ടെത്തിക്കുന്നെങ്കിൽ ആത്മാവ് പറയുക, ആസൂത്രണം ചെയ്ത ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഒരുപക്ഷെ നിനക്ക് സ്പർശിക്കാനോ നിനക്ക് കാണാനോ കഴിയില്ല. നിന്റെ വിടുതലുകൾക്കായി ദൈവം അയക്കപ്പെട്ട ദൂതന്മാർ നിന്റെ വീടിനകത്തിറങ്ങാൻ പോകുകയാ. നിന്നെ മുന്നോട്ടും പിന്നോട്ടും ചലിപ്പിക്കാത്ത, നിന്റെ ഭാവിയെ മുഴുവനും അടച്ചു കളഞ്ഞ, നിന്റെ നന്മയ്ക്ക് വിരോധമായി നിരന്തരം പ്രവർത്തിക്കുന്ന ഏതു വലിയ വൈരിയാണെങ്കിലോ ഇന്ന് പകൽ ദൈവജനത്തോട് പറയാ, അതിന്റെ മേൽ ദൈവം കരമടിച്ച് ദൈവത്തെ നന്ദി പറഞ്ഞാട്ടെ. ആസൂത്രകൻ ദൈവമാണ്. നിന്റെ ഉദ്ധാരകൻ ദൈവമാണ്. നിന്റെ അത്ഭുതങ്ങളുടെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ദൈവമാണ്. നിന്റെ ഉയർച്ചയ്ക്ക് പിന്നിൽ വ്യാപരിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ജീസസ്. ഒന്ന് റൂഫസ്, നിന്റെ മുമ്പിലിരിക്കുന്ന ബ്രദറിനെ ഒന്ന് തട്ടി വിളിച്ചേ. അല്ല, റൂഫസ് എൻ്റെ കൂടെ വന്നൊരു മോനാണ്. അല്ല, റൂഫസ് എന്ന് പറഞ്ഞ് വേറെ ആളുണ്ടെന്ന് എനിക്കറിയാം. റൂഫസ്, നിന്റെ മുമ്പിലിരിക്കുന്ന ബ്രദറെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നോട് പ്രവചിക്കാൻ പറയുന്നു. എഴുതി വെച്ചോ, കർത്താവ് നിനക്ക് വേണ്ടി ചെയ്യാനിരിക്കുന്നത്, കർത്താവ് നിന്റെ ഭാവിയോടുള്ള ബന്ധത്തിൽ നിനക്ക് വേണ്ടി ചെയ്യാനിരിക്കുന്നത്, നീ ഇപ്പോൾ ഒരു ചുമന്ന നാടക്കകത്ത് കുടുങ്ങിയതുപോലെ നിന്റെ ലൈഫ് നീ ചിന്തിച്ചെടുത്തൊന്നുമല്ല, നീ വിചാരിച്ചതുപോലെ ഒന്നുമല്ല. പക്ഷെ മറ്റൊരു നിലയിലേക്ക് സ്വർഗത്തിലെ ദൈവം ആസൂത്രണം ചെയ്തതുപോലെ സർവശക്തനായവന്റെ കരം നിനക്ക് വേണ്ടി ചലിക്കാൻ പോകുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവിനോട് പ്രവചിച്ചു ദൂത് പറയാൻ പറയുന്നു. നിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് ദൈവത്തിൻ്റെ ആലോചന, ചില വിടുതലുകൾക്ക് തടസ്സമുണ്ടായി, ചില വാറ്റത്തങ്ങളുടെ നിവർത്തി കാണാതെ ഇനി ഞാൻ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന ചില അനുഭവത്തെ ആത്മാവിൻ്റെ വെളിപ്പാടി കാണിക്കുന്നു. അത് അപ്പാടെ മാറ്റി സ്വർഗം ഒരു പുതിയ ചാപ്റ്റർ ഈ ദിവസങ്ങൾ ഓപ്പൺ ആക്കുവാണെന്ന് ദൈവത്തിൻ്റെ ആത്മാവാലോചന പറയുന്നു. വിശ്വസിക്ക്, നമ്മുടെ കർത്താവിൻ്റെ കരം ഇതിനകത്തുണ്ട്. എന്നെ ദൈവത്തിൻ്റെ ആത്മാവ് ലിസി എന്നൊരു പേര് ഞാൻ ഈ പുൽപിറ്റ് കയറി നിൽക്കുന്ന സമയം മുതൽ ദൈവത്തിൻ്റെ ആത്മാവിനോട് പറയാൻ പറയുന്നു. ആ പേരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സഹോദരനോട് പറയാം, നിന്റെ വിടുതലുകളെ സ്വർഗത്തിന് ദൈവം ഏറ്റവും അടുത്ത ദിവസങ്ങൾ തന്നെ നിന്റെ കരത്തിൽ കൈമാറാൻ പോകുകയാണ്. ഈ തൈറോയിഡുമായി ബന്ധപ്പെട്ട് തൈറോയ്ഡ് ദൈവത്തിന് പരിശുദ്ധാൻ പറഞ്ഞു, അങ്ങനൊരു സൗഖ്യം ഇതിനകത്തെ കർത്താവ് കൈമാറാൻ പോകുന്നു. പരിശുദ്ധാത്മാവ് ഞാൻ ഇങ്ങനെ പറയാം, കർത്താവായ ദൈവം ആസൂത്രണം ചെയ്ത ചില വിടുതലുകളെ ഇന്ന് പകൽ കർത്താവ് നിങ്ങൾക്ക് കൈമാറാൻ പോകുകയാണ്. അതെ, നാളെ ഈ നേരത്തെ ശമരിയുടെ പടിവാതക്കൽ ശേക്കലിന് 1 സയ ഗോതമ്പും ശേക്കലിന് 2 സയവും ലഭിക്കുമെന്ന് പ്രവാചകൻ പ്രവചിക്കുമ്പോൾ ആ വിടുതലിൻ്റെ സമയം കുറിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. ആ വിടുതലിൻ്റെ സമയം കുറിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ വിശ്വസിക്ക്, ദൈവത്തിൻ്റെ കരം ഇതിനകത്ത് ചലിക്കുന്നുണ്ട്, ആത്മാവ് ഇതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ദൈവാത്മാവിനോട് ഇങ്ങനെ പ്രവചിക്കാൻ പറയുന്നു. ഫിനാൻഷ്യലി ചില വിഷയത്തിൻ്റെ അകത്ത് ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് പണി തീരാതെ കിടക്കുന്ന വീടുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില കെട്ടുകളെ എൻ്റെ കർത്താവ് അഴിക്കാൻ പോകുകയാണ്. പ്രാപിച്ചോ, സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ ശക്തനാണ്. ഹല്ലേലൂയ. വിശ്വസിക്കുന്ന ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ.
കർത്താവിന്റെ കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. പ്രൈസ് ദി ലോർഡ്. ഞാൻ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു മീറ്റിങ്ങിന് പോയി. ഞങ്ങൾ ദൂരെയാണ്. എൻ്റെ കൂടെ ഒരു സഹോദരൻ, എൻ്റെ കൂടെ വല്ലപ്പോഴും എൻ്റെ ചർച്ചിലെ ഒത്തിരി കുഞ്ഞുങ്ങൾ ബൈക്കോളേജിൽ പഠിച്ച് കർത്താവിൻ്റെ വേല ചെയ്യുന്ന, തിരുവചനം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഈ അവധി ദിവസങ്ങളാകുമ്പോൾ ഞങ്ങൾ കർത്തുദാസന്മാർ എവിടെ മീറ്റിങ്ങിന് പോയാലും ഇവരെ കൊണ്ടുപോകാറുണ്ട്. കാരണം ഞങ്ങൾ അവിടെ പ്രസംഗിച്ച് കേട്ട് കുഴപ്പമെങ്കിൽ നീ കൂടെ വന്ന് ഇവിടെയുള്ള കേൾക്കാൻ വേണ്ടിയല്ല കൊണ്ടുപോകുന്നത്. അവർക്കും ആത്മീയ ശുശ്രൂഷയിൽ പ്രയോജനം അങ്ങനൊന്നുമല്ല. നമ്മുടെയൊക്കെ വിചാരമല്ല നമ്മളെ വളരാകൂ, നമ്മളെ രക്ഷപ്പെടാവൂ, അങ്ങനൊന്നുമല്ല. എല്ലാവരും ദൈവത്താൽ അനുഗ്രഹിക്കണം. ആമേൻ പറഞ്ഞാട്ടെ. ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഒരു ഉന്തും അതിൻ്റെ കൂടെ തെള്ളൂടെ കൊടുക്കേണ്ട കാര്യമുണ്ടോയെന്നായിരിക്കും നിങ്ങളുടെ ചോദ്യം. അല്ല, ഇവരെല്ലാം വളരണം. എൻ്റെ കൂടെ റൂഫസ് എന്ന് പറയുന്ന സഹോദരൻ വന്നിട്ടുണ്ട്. ദൈവവചനം പഠിച്ച് കർത്താവിൻ്റെ വേല ചെയ്യുന്നു. ഒരു ചെറിയ പ്രവാചകനുമാണ്. ശക്തമായി കർത്താവിൻ്റെ കാര്യങ്ങൾ ഉപയോഗിക്കപ്പെടുന്നതാണ്. ഞങ്ങൾ മുൻകാലത്ത് ഞാനൊരു മീറ്റിങ്ങിന് പോയപ്പോൾ അവിടെ വെച്ച് കോമണായി ദൈവത്തിൻ്റെ ആത്മാവ് ഒരു പ്രവചനം പ്രവചിച്ചു. ഇതിനകത്തിരിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി കർത്താവ് ഇത് ചെയ്യാൻ പോവുകയാണ്. ഞാൻ അറിഞ്ഞില്ല. എൻ്റെ കൂടെ വന്ന ആ സഹോദരൻ ഈ ദൂത് ഏറ്റെടുത്തു. അവൻ തിരിച്ച് യാത്ര 4 മണിക്കൂറധികം യാത്രയുണ്ടായിരുന്ന. യാത്ര കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് അവൻ എന്നെ ഒറ്റ ദിവസം, ഒരു അടുത്ത നെക്സ്റ്റ് ഡേ എനിക്ക് മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഞാൻ പോകുമ്പോൾ സമയത്ത് അത് അടുത്തുള്ളൊരു മീറ്റിംഗ് ആയിരുന്നു. ഞാൻ മാത്രമേ പോയുള്ളൂ. ഞാൻ പോയി. എന്നെ വിളിച്ചിട്ട് പറയും, പാസ്റ്റങ്ങളെ അവിടെ വെച്ചൊരു പ്രവചനം പ്രവചിച്ചു ഇങ്ങനല്ലേ, ഇതിനകത്തിരിക്കുന്നവർക്ക് വേണ്ടി എൻ്റെ കർത്താവ് ഇങ്ങനെ ചെയ്യാൻ പോകുന്നു. ഒരു വ്യക്തിക്ക് വേണ്ടിയല്ല. എന്നെ മാനിക്കുന്നവനെ എന്നാണോ? അല്ല, എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും. ബഹുവചനമാണ്. ഞാൻ ബഹുവചനം പോലൊരു ദൂത് പറഞ്ഞു. പ്രൈസറോ. എന്നിട്ട് എന്നോട് പറയാം, ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പാസ്റ്റങ്ങളോടും പോലും പറയാതെ വല്ലാതൊരു വേദനപ്പെട്ടെന്നൊരു അനുഭവത്തിലായിരുന്നു. പക്ഷേ ഞാൻ വിശ്വസിച്ചു. എന്നിട്ട് അവൻ പറയുക, ഞാൻ വീട്ടിൽ ചെന്ന് നെക്സ്റ്റ് ഡേ ഇതിൻ്റെ വിടുതൽ കാണും എന്ന് ഞാൻ വിശ്വസിച്ചാണ് ഞാൻ ആ കാറിനകത്ത് 4 മണിക്കൂർ ഇരുന്നത്. ഞാൻ വീട്ടിൽ വന്ന് നെക്സ്റ്റ് ഡേ ഞാൻ വിശ്വസിച്ചതുപോലെ കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിച്ചു. ആമേൻ പറഞ്ഞാട്ടെ. അതിൻ്റെ അർത്ഥം എൻ്റെ കൂടെ, എൻ്റെ ചർച്ചിൽ ഞങ്ങളൊരപ്പത്തിൻ്റെ അംശികളായിരിക്കുന്ന, ഒരു പാനപാത്രത്തിൻ്റെ പങ്കാളികളായിരിക്കുന്ന ഒരു സഹോദരനെ എൻ്റെ കൂടെ 160 കിലോമീറ്റർ ദൂരത്തുള്ളൊരു മീറ്റിങ്ങിൽ കൊണ്ടുവന്നിട്ട് അവിടെ നടന്ന മീറ്റിങ്ങിൽ പറഞ്ഞ ദൂതിൻ്റെ നിവർത്തി നെക്സ്റ്റ് ഡേ അവൻ്റെ വീട്ടിൽ വെളിപ്പെടാൻ കാരണമായി. ആമേൻ പറഞ്ഞാട്ടെ. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞാൽ സംഭവിക്കുമെന്നല്ല, നീ വിശ്വസിച്ചാൽ അത് പ്രവർത്തിക്കാൻ ദൈവശക്തനായവനാ. ആമേൻ പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. ആരോടോ പറഞ്ഞു എന്നല്ല, ഇന്ന് പകൽ നിന്നെ സ്പർശിക്കുന്ന ദൂതാണെങ്കിൽ അത് ഏറ്റെടുത്താൽ അതിനകത്ത് സ്വർഗം ചലിക്കാൻ പോകുകയാ. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോകുകയാ. ദൈവത്തിന്റെ കരം ഇറങ്ങാൻ പോകുകയാ. എന്തുകൊണ്ടാ ഞാൻ ഈ പറയുന്നറിയാമോ? വിടുതലുകൾ ആസൂത്രണം ചെയ്യുന്നത് മഹാദൈവമാണ്. ഇന്ന് പകൽ നിന്റെ വിടുതല്, നിന്റെ കുടുംബത്തിന്റെ വിടുതല്, നിന്റെ തലമുറയുടെ വിടുതല് ആസൂത്രണം ചെയ്തത് ദൈവമാണ്. ഞാൻ ശുശ്രൂഷകൾ കർത്തുദാസന്മാർക്ക് കൈമാറുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. 5 മിനിറ്റ് മുന്നോട്ട് പോയി. നമുക്ക് കണ്ണുകളടയ്ക്കാം. ശാന്തമായി കേൾപ്പിച്ച ദൈവവചനത്തിന് മുൻപാകെ നമ്മുടെ ഹൃദയത്തെ സമർപ്പിക്കാം. കഴിഞ്ഞ നിമിഷങ്ങളിലെല്ലാം പ്രിയ ദേവദാസനിലൂടെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി ഹൃദയമായി കടന്നു വന്നിരിക്കുന്ന ഓരോ വ്യക്തികളോട് സംസാരിച്ചു കൊണ്ടിരുന്ന ആ ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ടായിരിക്കാമോ? പ്രാരംഭമായി പ്രിയ ദേവദാസനിലൂടെ ഓർപ്പിച്ചല്ലോ, നാം സംശയിക്കാതെ വിശ്വസിക്കുന്നവരായിരിക്കണം. അത്തിയോടെ ചെയ്തത് എന്ന് മാത്രമല്ല, അതിലുപരിയായിട്ടാണ് ചെയ്യുവാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നതെന്ന് പ്രാരംഭത്തിൽ ഓർപ്പിച്ചല്ലോ. ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കും, ദൈവമേ കഴിഞ്ഞ കാലങ്ങളിൽ ഉള്ള വിശ്വാസമല്ല കർത്താവേ, ഒരു ആഴമായ ഒരു വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാമോ? തുടർന്ന് നാം ദൈവവചനം കേട്ടുമല്ലോ, ഈ മന്ദിരം പൊളിപ്പിൻ, ഞാൻ 3 ദിവസത്തിനകം അതിനെ പണിയും, അവനോ തൻ്റെ ശരീരം എന്ന മന്ദിരത്തെക്കുറിച്ച് അത്രയും പറഞ്ഞത്. ആ ദൈവവചനത്തിൽ നിന്ന് ആഴമായ ചിന്തകൾ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയല്ലോ. പിതാവായ ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരമായിരുന്നു യേശു കർത്താവിൻ്റെ മരണം.
തന്നെ കോടതികൾ മാറി മാറി വിസ്തരിക്കുന്നതെല്ലാം ദൈവത്തിന്റെ പദ്ധതി പ്രകാരമായിരുന്നു എന്ന് നാം കേൾക്കുവാനിടയായല്ലോ. 3-ാം ദിവസം തന്നെ ഉയർപ്പിച്ചതും ദൈവത്തിന്റെ പദ്ധതിയാണെന്ന് കേൾക്കുവാനിടയായല്ലോ. നമുക്ക് വിശ്വസിക്കാമോ? നമ്മുടെ ജീവിതത്തിലെ സകലതും ദൈവം ആസൂത്രണം ചെയ്തിട്ടുണ്ട് എന്ന് പരിശുദ്ധാത്മാവ് നമ്മെ ഓർപ്പിച്ചല്ലോ. നാം ഭാരപ്പെടരുത്, നാം പ്രയാസപ്പെടരുത്. നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകുന്ന സാഹചര്യങ്ങളെല്ലാം ദൈവമാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത് നമുക്ക് കേൾക്കുവാനിടയായല്ലോ. ഒരു വ്യക്തി മാനസാന്തരപ്പെടുന്നത്, ഒരു വ്യക്തി രക്ഷിക്കപ്പെടുന്നത്, ഒരു വ്യക്തി വിടുതൽ പ്രാപിക്കുന്നത് എല്ലാം ദൈവിക പദ്ധതിയാണ്, ദൈവമാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത് കേൾക്കുവാനിടയായല്ലോ. പൗലോസിന് വേണ്ടി ഒരു അനന്യാസിനെ ദൈവം കരുതിയിരുന്നു. യേശു കർത്താവിന്റെ ജനനത്തിന് വേണ്ടി യോസഫിനെ മറിയയെ കരുതിയിരുന്നു എന്ന് കേൾക്കുവാനിടയായല്ലോ. ദൈവിക പദ്ധതി പ്രകാരമാണെങ്കിൽ പൊട്ടക്കിണറ്റിൽ വീഴുന്ന യോസഫിന് അത് കേടുവരുത്തിയില്ല, കാരാഗ്രഹം തനിക്ക് ദോഷം വരുത്തിയില്ല എന്ന് കേൾക്കുവാനിടയായല്ലോ. ആരും പരിഗണിക്കാതിരുന്നത്, ഒരു നന്മയും വരില്ല എന്ന് കരുതിയ നസ്രയത്തിന് ദൈവം മാന്യത കൊടുത്തത് ദൈവിക പദ്ധതിയാണെന്ന് കേൾക്കുവാനിടയായല്ലോ. നമ്മെ ബലപ്പെടുത്തുന്ന, നമ്മെ ശക്തീകരിച്ച ദൈവവചനത്തിന് മുൻപാകെ വീണ്ടും നമുക്ക് സമർപ്പിക്കാം. നമുക്ക് ആഴമായി വിശ്വസിക്കാമോ? ദൈവമേ, എൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്ന സകലതും അങ്ങയുടെ പദ്ധതി പ്രകാരമാണ്, ദൈവമാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് വിശ്വസിക്കാമോ? ഇന്ന് പകൽക്കാലം കടന്നു വന്ന് ദൈവവചനം ശുശ്രൂഷിച്ച പാസ്റ്റർ റെജി സാമുവൽ പ്രിയ ദേവദാസനോട് നന്ദി അറിയിക്കുന്നു. പ്രിയ ദേവദാസന്റെ ശുശ്രൂഷകളെല്ലാം അനുഗ്രഹിക്കട്ടെ. വൈകുന്നേരം ദേവദാസനെ വളരെ ശക്തിയായി എടുത്ത് ഉപയോഗിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. തുടർന്ന് നാം എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ ഉപവാസത്തിന്റെ വൈകുന്നേരമുള്ള സെഷനും അതുപോലെ തുടർന്നുള്ള സെഷൻസിനെല്ലാം കർത്താവ് അനുഗ്രഹിക്കുന്നതിന് വേണ്ടി ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന ദൈവജനത്തെ എല്ലാം കർത്താവ് ബലപ്പെടുത്തുന്നതിന് വേണ്ടി നാം എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ ഇപ്പോൾ പാസ്റ്റർ എസ് മധു പ്രിയ ദേവദാസൻ മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് പകൽക്കാലമുള്ള സെഷൻ അവസാനിക്കുന്നതായിരിക്കും. നമുക്ക് കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, കർത്താവെ, ഈ നിലയിൽ ഹല്ലേലൂയ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ പാദപീഠത്തെങ്കിൽ അടഞ്ഞു വരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ഞങ്ങളെ ഒരുക്കിയ ദൈവകൃപയ്ക്കായി സ്തുതിക്കുന്നു. കർത്താവെ, കടന്നു വന്ന സമയം മുതൽ ഹല്ലേലൂയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ ഞങ്ങളോട് ഹൃദ്യമായിട്ട് സ്പഷ്ടമായി വചനത്തിൽ കൂടി ആത്മാവിൽ കൂടി ഹല്ലേലൂയ ഇടപെട്ടുകൊണ്ടിരുന്നുവല്ലോ. കർത്താവെ, ഞങ്ങളുടെ ഭാവിയും ഞങ്ങളുടെ ഉയർച്ചയും ഹല്ലേലൂയ ഒക്കെ ഹല്ലേലൂയ പ്ലാൻ ചെയ്യുന്നത് ദൈവമാണല്ലോ. അത് ദൈവഭക്തന്മാരുടെ ജീവിത അനുഭവങ്ങളെ ഹല്ലേലൂയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ ദൈവമാണത് ആസൂത്രണം ചെയ്തതെന്ന് അതേ ഹല്ലേലൂയ കേൾക്കുവാനായിട്ട് ഇടയായല്ലോ. ഞങ്ങളെ ബലപ്പെടുത്തിയ ദൈവശബ്ദത്തിനായി സ്തുതിക്കുന്നു. കർത്താവെ, മാനുഷിക ശബ്ദം, സാത്താന്യ ശബ്ദം, ലോക ശബ്ദം ഞങ്ങളെ ക്ഷീണിപ്പിക്കുമ്പോൾ, ഞങ്ങളെ ആശങ്കപ്പെടുത്തുമ്പോൾ, ഞങ്ങളെ നിരാശപ്പെടുത്തുമ്പോൾ മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്ന ദൈവത്തിൻ്റെ ശബ്ദം ഹല്ലേലൂയ ഞങ്ങളെ പിന്നെയും ഹല്ലേലൂയ ജീവിപ്പിച്ചതോർത്ത് ഹല്ലേലൂയ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസനെ ആത്മാവിൻ്റെ ശുശ്രൂഷ ചെയ്യുവാൻ ബലപ്പെടുത്തിയല്ലോ. ഇന്ന് രാത്രികാലത്തെ മീറ്റിങ്ങും ഹല്ലേലൂയ എന്നെ അനുഗ്രഹമാക്കണമേ, ആശ്വാസമാക്കണമേ, വിടുതലാക്കണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ഉപവാസം വ്യക്തിപരമായും കുടുംബപരമായും ദേശപരമായും സഭാപരമായും എല്ലാം വലിയ അനുഗ്രഹത്തിൻ്റെ ഉപവാസമാക്കി ദൈവം തീർക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഇത്രത്തോളം ദൈവം ഞങ്ങളെ സഹായിച്ചുവല്ലോ. കർത്താവേ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവകരങ്ങളിൽ ഞങ്ങളെ ഒരു വട്ടം കൂടി സമ്പൂർണ്ണമായി സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കുക, സ്തുതിക്കുന്നു. യേശുക്രിസ്തു ധന്യമുള്ള നാമത്തിൽ തന്നെ, ആമേൻ. പ്രാർത്ഥിച്ച ദേവദാസനോട് നന്ദി അറിയിക്കുന്നു. സമാധാനത്തോടെ മടങ്ങിപ്പോകാം. വൈകുന്നേരം കൃത്യം 6:30 തന്നെ മീറ്റിംഗ് ആരംഭിക്കുന്നതാണ്. പ്രിയ പാസ്റ്റർ റെജി സാമുവൽ അവറുകൾ വൈകുന്നേരം ഈവനിങ് സെഷനും ശുശ്രൂഷിക്കുന്നതാണ്. പ്രാർത്ഥനയോടെ കടന്നു വരാം.